Let's get this party started. ഞാൻ ഈ ഒരു പാട്ടാക്കാൻ പോവാണ് എൻ്റെ റിംഗ് ടോൺ. ഐ എം ഒബ്സസ്ഡ്. എന്നെ സയനിസ്റ്റ് ലോബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ദിസ് വെരി അഡിക്റ്റീവ്. ഞാനിതാ ഇൻസ്റ്റഗ്രാം തുറന്ന ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് ഈ ടിക്ടോക്കാണ് ഇത് മുഴുവൻ എന്നാണ് പറയുന്നത്. ഫോർ പീപ്പിൾ ഹു ഡോണ്ട് നോ, അതായത് നിങ്ങൾ വല്ല ഗുഹയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ സാധ്യതയില്ല. നിങ്ങൾ ടിക്ടോക്കോ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ടിക്ടോക്കോ നാട്ടിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ഹോൾ ന്യൂ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ യങ് പീപ്പിൾ. പിള്ളേരാണ് ഇതിന് ഫുൾ പിന്നിൽ. ദ ഗ്രേറ്റ് നോട്ടീസിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നോട്ടീസ് ചെയ്യുക. എന്തൊരു ഹിസ്റ്റോറിക് ഇവൻ്റ് എടുത്താലും, അല്ലെങ്കിൽ എന്തൊരു കോൺസ്പിറസി എടുത്താലും, എന്തൊരു ഫോൾസ് ഫ്ലാഗോ, അങ്ങനെ എന്തെടുത്താലും അതിൻ്റെ പിന്നിൽ ഇസ്രയേലോ അല്ലെങ്കിൽ ഒരു ജൂയിഷ് കണക്ഷനോ അല്ലെങ്കിൽ ഒരു സയനിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ആൾക്കാർ ഒരു സംഭവം എടുക്കുന്നു, ഇതിൻ്റെ പിന്നിൽ ഇയാളുടെ ശരിക്കുള്ള പേരെന്താ, ഇയാളുടെ പേര് എന്തെങ്കിലും വിസ്കി, സെവനോ വിസ്കി അല്ലെങ്കിൽ ഗോൾസ്റ്റീൻ, മറ്റേ എന്താണ് കുറേ അങ്ങനത്തെ സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഇയാൾ രാജു ഈ പോൺ ഇൻഡസ്ട്രി മെയിൻ പോൺ ഇൻഡസ്ട്രി ഇപ്പോൾ പോൺ ഹബ്ബ് മറ്റേ ഒക്കെ എല്ലാ വെബ്സൈറ്റും ഒരു കമ്പനീൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ആളുടെ പേരെടുക്ക്, ആളുടെ പേര് അടിച്ച് നോക്കുമ്പോൾ ഈസ് എ ജ്യൂ, ഈസ് എ റബ്ബൈ ആക്ച്വലി. ഐലോ എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ അങ്ങനെ എല്ലാം ഇപ്പോൾ ഇൻഡസ്ട്രി നോക്കുമ്പോൾ LGBTQ ആര് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുകയാണ്. അത് എങ്ങനെയൊക്കെ ടൈറ്റാനിക് മുങ്ങിയത് തൊട്ട് ഇപ്പോൾ അതിൽ ഈ LGBTQ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് വരെ നോക്കുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ ഇങ്ങനെ ഒരു ജൂയിഷ് കണക്ഷൻ ആൾക്കാർ കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് തുറന്ന എൻ്റെ അതുൽ വോയിസസ് വേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തത് മാത്രമേ ഉള്ളൂ. ഈ പാട്ടും ഈ കുറേ സാധനം അത് ആരൊക്കെയാവെന്ന് പറയുന്നത് ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു ഇത് ചിലപ്പോൾ തോന്നും ഇതെന്തോ ഇങ്ങനെ ആരോ ഇത് ഉണ്ടാക്കുന്ന പോലെ തോന്നും. കാരണം അത്രയും കണ്ടൻറ്റാണ്. എത്ര റീൽസും എത്ര സാധനങ്ങളും അറിയോ. അപ്പം നിങ്ങളുടെ പുതിയതാണ് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, ഞാൻ ഇതിന് മുന്നേ ഒരു ജൂയിഷ് കോൺസ്പിറസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഗ്രേറ്റ് നോട്ടീസിങ്ങിനെ കുറിച്ചും ഗ്രേറ്റ് നോട്ടീസിങ്ങിൻ്റെ കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓൾമോസ്റ്റ് അല്ല, കൺഫേംഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ജൂയിഷ് ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ജ്യൂസിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ജ്യൂസിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു സംഭവത്തിന് ഞാൻ അന്ന് അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ കോൺസ്പിറസീസ് ശരിക്കും ഉള്ളതാണ്. ചുമ്മാ കോൺസ്പിറസി എന്ന് ഉള്ള വാക്കേ ഒരു തെറ്റാണ് അവിടെ ഉപയോഗിക്കാൻ. ശരിക്കും നടന്നിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട് 2. കാരണം ഇത് ലോഡുണ്ട്. ഇത് എൻ്റെ കയ്യിൽ തന്നെ ഞാൻ തന്നെ ചുമ്മാ എടുത്തു വെച്ചതിൻ്റെ ഒരു ലോഡ് ഒരു 10, 20, 25 ഉണ്ട്. അപ്പോൾ അന്ന് ഒരു 3-4 അങ്ങനെ എന്തോ കുറച്ചെണ്ണം അന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ നമ്മൾ. അപ്പോൾ ഞാനൊരു സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഐ വാസ് വെരി റിലക്റ്റൻറ്റ് ടു ഡു. അതായത് ഈ ജ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ, ജ്യൂസിന് 2 കുറ്റം പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടീംസിന് ഭയങ്കര സന്തോഷമാണ്. ദേ ഗെറ്റ് സോ മച്ച് എക്സൈറ്റഡ്. അത് ആ വീഡിയോൻ്റെ കമൻറ്റിലും എല്ലാവിടെയും കാണാൻ പറ്റും. ഞാൻ ഒരു സബ്രെഡിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഫുള്ള് പിന്നെ ജ്യൂസിനെ കുറ്റം മാത്രമായി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സംഭവത്തെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അറിയാലോ, ഇൻ ദിസ് ചാനൽ വി ഹെയ്റ്റ് എവരി വൺ. അതിന് ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെ ഹെയ്റ്റ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഇത് അവസാനം പറഞ്ഞ് എന്താ അറിയോ, ഇത് എങ്ങനത്തെ ആർഗ്യുമെൻ്റ് അറിയോ, എന്താണ് എല്ലാ തീവ്രവാദികളും മുസ്ലിംസാണ് എന്ന് പറയുന്ന പോലെ ആയി. അതായത് എല്ലാ കോൺസ്പിറസിക്കും പിന്നിൽ ജ്യൂസാണ് എന്ന് പറയുന്ന പോലെ ആയി അവസാനം. അങ്ങനെ ആവും, കാരണം അത്രയും സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എനിക്കങ്ങനെ ഒരു 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 സംഭവം പിടിച്ചിട്ട് എന്നാൽ പിന്നെ ഇതിന് കുറച്ച് വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു 10 വീഡിയോ ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇതിനോട് എനിക്ക് അത്ര ഒരു യോജിപ്പില്ല. അപ്പോൾ ഞാനത് ഇതിൻ്റെ പാർട്ട് 2 കുറച്ച് നിൽക്കട്ടെ, ഇനി എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ട് കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും കണ്ടാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു റീല് കാണുന്നത്. റീലിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെറുതെ വായി തോന്നി, ഇവർക്ക് ഇങ്ങനെ ഒരു പ്രൂഫൊന്നും റീല് ഒന്നും കാണിക്കില്ല, ഇവർക്കിങ്ങനെ വെറുതെ വായി തോന്നി പറയുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മുടെ അമേരിക്ക നോക്കി വന്നിട്ട് ഇന്ത്യ നോക്കി വന്നിട്ട് അവസാനം അമേരിക്ക എത്തിയ ആളുണ്ടല്ലോ, ക്രിസ്റ്റഫർ കൊളംബസ് ആക്ച്വലി ഒരു ജൂ ആയിരുന്നു. ഇയാൾ ഭയങ്കര യാത്രികനാണ്, വോയേജറാണെന്നൊക്കെയാണല്ലോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ പറയുന്നത് ഇയാൾ ആക്ച്വലി വോയേജർ ഒന്നും അല്ല. വോയേജർ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല. ഇയാളിനെ ആക്ച്വലി സ്പെയിനിൽ നിന്ന് പുറത്താക്കിയതാണ് ബിക്കോസ് ഹീസ് എ ജൂ. ജ്യൂസിനെ എക്സ്പെൽ ചെയ്തതുകൊണ്ട് അത് കാരണം ഈ കൊളംബസിന് നാട് വിടേണ്ടി വന്നതാണ്. അങ്ങനെ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് അമേരിക്ക എന്നാണ് ആ റീലിൽ പറയുന്നത്. ഓഫ് കോഴ്സ് ഞാനത് ആദ്യം കണ്ടപ്പോൾ ഇതൊരുമാതിരി മറ്റേ എന്താ പറയുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അങ്ങനത്തൊക്കെ വെറുതെ ആയിരിക്കും. ഈ ക്രിസ്റ്റഫർ കൊളംബസൊക്കെ സ്പെയിനിലുള്ളവരല്ലേ, സ്പെയിനിൽ അങ്ങനെ ഇപ്പോൾ ജ്യൂസിൻ്റെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ശരിക്കും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയപ്പോൾ അടിച്ചു നോക്കി, ഈസ് കൊളംബസ് എക്സ്പെൽഡ് ഫ്രം സ്പെയിൻ ബിക്കോസ് ഹീസ് എ ജ്യൂ എന്ന് അടിച്ചു നോക്കി. അപ്പോൾ നോ എന്ന് വന്നു. അപ്പോൾ അറിയാലോ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ എന്ത് ആദ്യം ചെയ്യുമ്പോഴും നോ എന്ന് വന്ന ഒരു 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഒന്ന് ചോദിക്കാം. അപ്പോൾ നേരെ ആദ്യം തന്നെ ജെമിനയിൽ പോയപ്പോൾ എന്താണ് സംഭവം, എപ്പോഴാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ നോക്കുമ്പോൾ 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ കൊളംബസ് എ ജൂ നോക്കി. അപ്പോൾ യെസ്, ഈസ് എ ജൂ. ഓക്കെ, ജൂയിഷ് റിലീജിയനിൽപ്പെട്ട ആളാണ് പുള്ളി. വാട്ട് വാസ് സിറ്റുവേഷൻ ഇൻ സ്പെയിൻ വെൻ കൊളംബസ് സ്റ്റാർട്ടഡ് ഹിസ് വോയേജ്, അത് നോക്കി. അപ്പോഴാണ് ഒരു സംഭവം അതിൽ പറയുന്നത്. അതാകട്ടെ ആദ്യം ചോദിക്കുമ്പോൾ ഒന്നും അവർ പറയില്ല. അൽഹംബ്ര ഡിക്രി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കിങ് ഫെർഡിനാൻഡ് സെക്കൻഡും ക്യൂൻ ഇസബെല്ല 1 കൂടെ, രാജാവ് രാജ്ഞിയാന്ന് തോന്നുന്നു, മാർച്ച് 31, 1942 ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിയമം അങ്ങോട്ട് പാസ്സാക്കി. 4 മാസം സമയം തരും, ഡെഡ് ലൈൻ. ഇവിടെ കുറേ ജ്യൂസ് ഉണ്ട് സ്പെയിനിൽ. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കത്തോലിസിസം അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാത്തലിക്കായിട്ട് മാറാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് വിട്ട് പോവാം. നിങ്ങൾ ജ്യൂസായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട് വിട്ടോ, നിങ്ങൾ കാത്തലിക്സ് ആവുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇരുന്നോ, കൺവേർട്ട് ചെയ്തോ, എന്നിട്ട് ഇവിടെ ഇരുന്നോ, 4 മാസം സമയം എന്ന് പറഞ്ഞിട്ട് ഈ അൽഹംബ്ര ഡിക്രി പ്രഖ്യാപിക്കാൻ 1492 മാർച്ച് 31. ഡേറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ എത്ര ശരിയാണെന്നും അറിയില്ല. 2 ലക്ഷം ആൾക്കാർ സ്പെയിനിൽ നിന്ന് നാട് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് എപ്പോഴാണ് ഈ പുള്ളിയുടെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? ഓഗസ്റ്റ് 3, 1492 ആ ഡേറ്റ് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദാറ്റ് ഡെഡ് ലൈൻ. അതായത് ആ 4 മാസത്തെ ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാർച്ചിൽ, അത് കഴിഞ്ഞ ആ ഒരു കറക്റ്റ് ലാസ്റ്റ് ദിവസമാണ് പുള്ളി ഈ സെയിലിങ് ലാസ്റ്റ് ഡേ ഓൺ ദ ഫൈനൽ ഡെഡ് ലൈൻ എന്നാണ് ഇവർ പറയുന്നത്. ആ 4 മാസത്തെ ഡെഡ് ലൈൻ കഴിയുന്ന ദിവസമാണ് പുള്ളി
സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ജൂ കൺവേർട്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ലൂയിസ് ഡേ സെൻറ്റഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. പുള്ളി ഈ രാജാവിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. പുള്ളി ജൂ ആണ്, കൺവേർട്ട് ചെയ്തു, കാത്തലിക്കായി മാറി. പക്ഷേ പുള്ളിയാണ് ഈ കൊളംബസിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവിനെ ഒരുപാട് പുഷ് ചെയ്ത് എന്നും പറയുന്നുണ്ട്. പിന്നെ കൊളംബസിൻ്റെ കപ്പലിൽ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതേപോലെ ജൂ കൺവേർട്സ് ആണ്. ഓക്കെ, അവരൊന്നും സ്പെയിനിലുള്ള കാത്തലിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഇതിൽപ്പെട്ട ആൾക്കാരൊന്നും അല്ല. ദർ ഓൾസോ ജൂ കൺവേർട്സ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കുറേ ആൾക്കാരുണ്ട്, കുറേ പേര് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ റീല് പറഞ്ഞ പോലെ ആണോ? റീല് പറഞ്ഞ പോലെയല്ല, എന്നാൽ റീല് പറഞ്ഞ ഒരു 80% കാര്യങ്ങളും കോയിൻസിഡൻ്റായിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് ഒരു 80% കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗ്രേറ്റ് നോട്ടീസിങ് സംഭവിക്കുന്നത്. അതായത് ഹിസ്റ്ററി, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഹിസ്റ്ററി വിന്നേഴ്സ് റൈറ്റ്സ് ഹിസ്റ്ററി. അപ്പോൾ ഈ നമ്മൾ ഹിസ്റ്ററിനോ ഇങ്ങനെയാണ്, ഈ ഹിസ്റ്റോറിയൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഓരോ ആൾക്കാർ എഴുതി തന്നെയല്ലേ. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഒരാൾക്കാർ പടച്ചു വിടുന്ന സാധനം തന്നെയാണ് ഹിസ്റ്ററി. അതും ഈ തോറ്റവനെ എഴുതില്ല, ഹിസ്റ്ററി ജയിച്ചവൻ തന്നെ എപ്പോഴും എഴുതുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡേറ്റും മറ്റേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്തൊക്കെയാണ് ഇവരുടെ ഈ ആഴ്ചയിലെ ഗ്രേറ്റ് നോട്ടീസിങ്ങിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി അതിലേക്ക് പോയത് തന്നെ. പിന്നെ വേറെ കാര്യം, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് മെയിൻ സ്ട്രീം, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള കോൺസ്പിറസീസും കാര്യങ്ങളൊക്കെ നോക്കിയത്. ബട്ട് ഈ വീഡിയോ അങ്ങനെ ആയിരിക്കില്ല. ലെറ്റ്സ് ഗോ വൈൽഡ്, കുറച്ച് വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതിലേക്ക് എന്തെങ്കിലും സത്യങ്ങളുണ്ടോ. കാരണം ഇവന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഇവന്മാർ പോയി കത്തി കയറി അവസാനം നാസി ജർമ്മനിയിൽ ആക്ച്വലി ഹിറ്റ്ലർ വാസ് സേവിങ് ജർമ്മനി എന്നൊക്കെ പറഞ്ഞിട്ട് ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ബ്രോത്തൽസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഹിറ്റ്ലർ അടച്ചു. ചൈൽഡ് ബ്രോത്തൽസിൻ്റെ ഓണേഴ്സിൻ്റെയൊക്കെ പേര് നോക്ക്, അതൊക്കെ ജ്യൂസാണെന്ന് അങ്ങനെ എവിടേക്കോ എത്തി. അത്ര പോണ്ട. എന്നാലും നമുക്ക് ഇവന്മാർ പറയുന്ന കുറച്ച് വൈൽഡായിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിലേക്ക് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, കുറേയൊക്കെ അതായത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ, കൊളംബസിൻ്റെ കഥ പറഞ്ഞ പോലെ കുറേ വേണമെങ്കിൽ സത്യമാവാം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം ഇവിടെ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യാനുള്ളത്, നമ്മൾ എന്ത് ഇസ്രായേലിനെ കുറ്റം പറയുന്ന വീഡിയോ അല്ലെങ്കിൽ ഈ ജ്യൂസിനെ കുറ്റം പറയുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടീംസ് വരും. ഓക്കെ, ഇന്ത്യൻ സാർ, വി സപ്പോർട്ട് ഇസ്രായേൽ സാർ എന്ന് പറയുന്ന ആ ടീംസാണ് വരുന്നത്. മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കാര്യം മനസ്സിലാക്കാനൊക്കെ കുറേ നോക്കി, ഒന്നും നടക്കുന്നില്ല. അവർക്ക് മറ്റേ എന്താണ് നീ എന്താണ് മറ്റേ ഹമാസിനെ ഒന്നും പറയാത്തത്? എടാ, ഹമാസ് തീവ്രവാദി സംഘടന, അത് ആർക്കപ്പോൾ സംശയം? അതിൽ ഒരു സംശയം ആർക്കും വേണ്ട. പക്ഷേ അവിടെയുള്ള ഈ ആൾക്കാരിനെ കൊല്ലുന്നത് എന്തിനാണ്? അങ്ങനെയാണോ ഒരു വാർ ക്രൈം അല്ലേ അത് എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ ഇത് ഫുള്ള് ഇവരിങ്ങനെ മറ്റേ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, ഇപ്പം നിങ്ങളൊരു എക്സ് മുസ്ലിമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആൻറ്റി മുസ്ലിമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു മോശം അനുഭവം ഒരു റിലീജിയൻ്റെ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണല്ലോ എക്സ് മുസ്ലിം ആവുന്നത്. അപ്പോൾ നിങ്ങൾ എന്താവും? നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ അവരിനെ ഹെയ്റ്റ് ചെയ്യാനും അവരിനെ ചൊറിയാനുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങൾ നോക്കുക. അതെനിക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ ആൻറ്റി റിലീജിയനാണ്. സോ ഓഫ് കോഴ്സ് ഐ വിൽ ആൾസോ കം അണ്ടർ ആൻറ്റി മുസ്ലിം. ഓക്കെ, ആ ഒരു വികാരം എനിക്ക് മനസ്സിലാക്കാം. ഈ റിലീജിയസ് സംഭവത്തിനെ എതിർക്കുന്ന ആ ഒരു സംഭവം എനിക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ എക്സ് മുസ്ലിംസിൻ്റെ അവരൊരു ടെക്നിക്കാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇവർക്ക് ഈ
എല്ലാ മുസ്ലിംസും ഇല്ല. ഈ യു എയിലുള്ള മുസ്ലിംസിനൊന്നും പ്രശ്നമില്ല. അവിടുത്തെ രാജാവിനോ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇസ്രായേലിലെ സപ്പോർട്ടും എബ്രഹാം കൊച്ചിലൊക്കെ സൈൻ ചെയ്ത് മറ്റേ സൗദിയിലെ മറ്റേ ചങ്ങായി രാംകോൻ്റെ ആ ചങ്ങായിക്ക് ഒരു കുഴപ്പമില്ല, അവർക്കൊന്നും കുഴപ്പമില്ല. ഈ വേറെ കുറച്ച് ആൾക്കാർക്ക്, അമേരിക്കയിലെ കുറച്ച് പിള്ളേർക്കും നമ്മുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്കും പിന്നെ ഈ ഇറാനിന് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി ആർക്കും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇവർക്കിങ്ങനെ ചൊറിയണം ഈ ഇവിടുത്തെ ആൾക്കാരനെ, അപ്പോൾ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ. അപ്പോൾ ഇവരെന്ത് പറയുക, ഇസ്രായേൽ അങ്ങനെയാണ്, അവിടെ മറ്റേ ജെനസൈഡൊന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോത് പറയും. അത് എന്തിനാ പറയുന്നത് മനസ്സിലാവും. അത് അവർക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവരിനെ ചൊറിയാനാണ്, അല്ലെങ്കിൽ ഇവരെ ദേഷ്യം പിടിപ്പിക്കാനാണെന്ന് മനസ്സിലാവും. പക്ഷേ അതും കണ്ടിട്ട് ഇത് മാത്രം കാണുന്നവർ, ഇത് മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ, they are thinking there is a huge difference between Jews and Muslim. അവരുടെ രണ്ടുപേരുടെ ഐഡിയോളജി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരാൾ ഭയങ്കര എക്സ്ട്രീം സംഭവമാണ് പറയുന്നത്, മറ്റൊരാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതെല്ലാം കൂടി ഇന്ന് നോക്കിയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്, ജസ്റ്റ് കാണിച്ചത്. എനിക്ക് ഒന്നാമത് ഈ റിലീജിയസ് സംഭവം ഇങ്ങനത്തെ ഇതിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റേ ബുക്ക് എടുത്തിട്ട് പറയും, 10ാമത്തെ പേജിൽ 12ാം പാരഗ്രാഫിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറയും. ഞാൻ ഈ ബുക്ക് ഇതൊന്നും വായിച്ചിട്ടില്ല, വായിക്കാനൊട്ട് താല്പര്യമില്ല. കാരണം ഇതൊക്കെ ഓരോ ആൾക്കാർ എഴുതി വെച്ച സാധനങ്ങൾ വെറുതെ എന്തിനാണ് വായിച്ച സമയങ്ങളാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് എൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. 6 billion idol worshippers who makes God angry every second of their life. Indian, Chinese, Japanese, Tibet, Nepal, Thailand, so many. India alone is 500 million. China is 2 billion. Between Chinese, Hindus, Buddhists, and Christian, at least 6.5 billion people are idol worshippers that according to the Torah do not have the right to live. Idol worshipper goy, it's death penalty. Not only Jews, even a goy who bow down to an idol, who believe in JC, deserve death penalty. അതായത് ഒരു ജൂയിഷ് റബ്ബയാണ് ഇത് പറയുന്നത്. അതായത് എന്താ പറയുക, ഇവിടുത്തെ മതപണ്ഡിതൻ എന്നൊക്കെ പറയില്ല, പുള്ളി അതുപോലത്തെ ആളാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇന്ത്യ എന്ന് കേട്ടല്ലോ അല്ലേ നിങ്ങൾ. ഇന്ത്യയിലുള്ള ആൾക്കാർ ഐഡൽ വർഷിപ്പേഴ്സാണ്. ഇവരൊന്നും ജീവിക്കാൻ തന്നെ ഇവർക്കൊന്നും അർഹതയില്ല, ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നാണ് ജൂയിഷ് മതപണ്ഡിതന്മാർ ഇന്ത്യനെക്കുറിച്ചും ഇവിടുത്തുള്ള ഹിന്ദുക്കളിനെക്കുറിച്ചും ഈ ഐഡൽ വർഷിപ്പേഴ്സായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വിചാരം മുസ്ലിംസ് മറ്റേ കാഫിർ ഇൻഫിഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും ജീവിക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയില്ലേ, അതേ സാധനം തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഇതും ഇവർ പറയുന്ന അതേ സാധനം തന്നെയല്ലേ. ഈ ടോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനത്തിൽ അതിൽ പറയുന്ന കാര്യമാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബുക്ക് വായിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ അടിച്ചു നോക്കുക, ടോറയിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, ഐഡൽ വർഷിപ്പേഴ്സിനെ പറയുന്നുണ്ടോ? ഉണ്ട്. അതും ഈ മറ്റേ ഇൻഫിഡൽസിനെ മറ്റേ മുസ്ലിംസ് പറയുന്നതും ഈ കാഫിർ ടീംസിനെ പറയുന്നതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? എനിക്ക് വ്യത്യാസമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും 10ാമത്തെ പേജിലെ 12 അത് ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതായത് ഈ എല്ലാ മതവും ഈ മോണോത്തിയിസ്റ്റിക് മതങ്ങളൊക്കെ ഒന്നിൻ്റെ കോപ്പിയാണ് വേറൊന്ന്. അപ്പോൾ എല്ലാത്തിനും സെയിം ബട്ട് ഡിഫറെൻ്റ് എന്നുള്ളൊരു കണ്ടീഷനാണ്. എല്ലാം ഏകദേശമൊക്കെ കുറേ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയ സംഭവങ്ങളാണ് എല്ലാം. അത് വെറുതെ നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇത് വായിച്ചാൽ അത് നിങ്ങൾ ഭയങ്കര നിങ്ങൾ എക്സ് മുസ്ലിമാണ്, നിങ്ങൾക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, അത് വേറെ കാര്യം. ഇത് ഇപ്പോൾ ചിലവർ മറ്റേ ആൻറ്റി മുസ്ലിമായിട്ട് ഞങ്ങളൊക്കെ ജ്യൂസിൻ്റെ കൂടെയാണെന്ന് പറയില്ലേ.
എടോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, ജസ്റ്റ് ഇതാ എല്ലാം. അതായത് ഒരുപാട് പേര് ഈ ഹലാൽ എന്ന് പറയും ഇസ്ലാമിൽ, ഈ കോഷർ എന്നാണ് അതേ സംഭവത്തിനെ ഇവർ ജൂഡൈസത്തിൽ പറയുന്നത്. ഈ കോഷറായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, ഈ കോഷർ സിമ്പിൾ, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കോഷർ സർട്ടിഫിക്കേഷൻ പോലത്തെ സാധനങ്ങളുണ്ട്. ഇപ്പം പന്നി കഴിക്കില്ല, രണ്ടുപേരും പന്നി കഴിക്കില്ല. ഒരാൾ സാറ്റർഡേ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ഒരാൾ ഒരു ദിവസം മുന്നേ ഫ്രൈഡേ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും മോണോതിയസ്റ്റിക് റിലീജിയനിൽ പെട്ട ആൾക്കാരാണ്. എബ്രഹാമിൻ്റെ ചങ്ങായിൻ്റെ ആൾക്കാരാണ്. ഇൻവിസിബിൾ ഗോഡിനാണ് രണ്ടുപേരും വിശ്വസിക്കുന്നത്. സർക്കംസിഷൻ, സുന്നത്ത് കല്യാണമെന്ന് പറയില്ലേ, സർക്കംസിഷൻ രണ്ടുപേരും ചെയ്യും. അതൊരു ഭയങ്കര ഒരു റിലീജിയസ് സെറമണി ആയിട്ടാണ് രണ്ടുപേരും ചെയ്യുന്നത്. ജ്യൂസ് 3 തവണ ഒരു ദിവസത്തിൽ 3 തവണ പ്രാർത്ഥിക്കും. മുസ്ലിംസ് 5 തവണ പ്രാർത്ഥിക്കും. യോം കിപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലുണ്ട്, റംസാൻ പോലെ, അതിലവർ ഫാസ്റ്റ് ചെയ്യും. ഓക്കെ. ജ്യൂസ് വെസ്റ്റേൺ വാളിലേക്ക് അവരുടെ ഒരു പിൽഗ്രിമേജിന് പോവും. മുസ്ലിംസ് അതുപോലെ മെക്കയ്ക്ക് പോവും. അവിടെ പോയിട്ട് ആ കല്ലിന് തൊടും. ജ്യൂസ് വെസ്റ്റേൺ വാളിൽ പോയിട്ട് ആ വാളിൽ ഇങ്ങനെ ആക്കും. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ചാർട്ടായിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ വെറുതെ ChatGPT അടിച്ചു നോക്കിയതാണ്. അതാണ് ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ മോണോതിയസ്റ്റിക് റിലീജിയൻ ഓഫ് ജുഡൈസം ആൻഡ് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണിത്. ഇതൊക്കെ ഒരേ സാധനമാണേ. ഇതും പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ടോ ഇതല്ല അതാണ് നല്ലത് എന്നൊക്കെ പറയുന്നവന്മാരില്ലേ. എടാ നീയൊക്കെ പൊട്ടന്മാരാണ്. എടാ അത് എക്സ് മുസ്ലിംസും ആൻറ്റി മുസ്ലിംസും പറയണത് അത് അവരുടെയൊക്കെ അതിനൊരു റീസൺ ഉണ്ട്. ബിക്കോസ് അവർക്ക് ആ ഒരു എന്താ പറയുക, അവർക്ക് ആ കുറ്റം പറയണം അവരുടെ. കാരണം അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെയാണല്ലോ അവരാവുന്നത്. ഇതും കേട്ടിട്ട് വന്നിട്ട് ഇതല്ല അതാണ്. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചങ്ങായിക്ക് ഉണ്ടായിരുന്നു, ഞാൻ അത് കുറേ അവൻ്റെ അടുത്ത് ഞാൻ കമൻസിൽ ഏതോ ഒരു വീഡിയോ, കുറച്ച് മുന്നത്തെ വീഡിയോ, അവൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കൂടെ ഇസ്രായേൽ ഫ്ലാഗ് ചോദിച്ചപ്പോൾ പറയാ മറ്റേ ഇസ്രായേലാണ് ഭയങ്കരം, നിങ്ങളൊക്കെ മുസ്ലിംസ്, അതായത് മുസ്ലിംസിനെതിരാണ് അവൻ. അതിനവൻ നേരെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊക്കെ ജ്യൂസിൻ്റെ കൂടെയാണ്. ദർ ഇസ് എ വീഡിയോ. എടാ അവർക്കൊക്കെ പുച്ഛമാണ് ഇന്ത്യക്കാരനെ. ഈ ഐഡൽ വർഷിപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ജീവിക്കാൻ അർഹതയില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ ഈ ഒരു ഇന്ത്യക്കാരെ പോയിട്ട് അവിടുത്തെ എന്തോ ജൂയിഷ് എന്തോ ഒരു സംഭവം സെർമണി എന്തോ ചെയ്യുമ്പോൾ അതിൽ പോയിട്ട് കാലിൽ പോയി വീണ് അവർ ചവിട്ടാണ്. ഇത്രയും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ടീംസിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ജിയോ പൊളിറ്റിക്സ് റീസണൊക്കെ പറയും, ഇസ്രായേൽ ഇന്ത്യനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, നല്ല കാര്യം. പിന്നെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ജിയോ പൊളിറ്റിക്സ്. ഒരു 4 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ട്രംപൊക്കെ മറ്റേ ഇന്ത്യക്ക് എതിരാവും, മോദിയും ട്രംപായിട്ട് അടിയാവും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വിശ്വസിക്കുക ആരെങ്കിലും? അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്സ് റീസണൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതും മേലെ ഇനി ഒരു ഉഡായ്പ സാധനം വേറെ ഇല്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം, ആ ഒരു സാധനം മാത്രമേ അതിലുള്ളൂ. അതിപ്പോൾ ഇന്ന് ശത്രുവായിരിക്കും, നാളെ ഫ്രണ്ടായിരിക്കും, മറ്റന്നാൾ അടിയായിരിക്കും. അങ്ങനെ അത് വിട്, ആ റീസൺ വിട്. ജൂയിഷ് പീപ്പിൾ ലിറ്ററലി തിങ്ക് ദേ ആർ ദ ചോസൺ പീപ്പിൾ. മറ്റുള്ളവരിനൊക്കെ പുല്ല് വിലയാണ് അവർക്ക്. ഇന്ത്യൻസിന് എടുത്ത് പറയുന്നുണ്ട് ഐഡൽ വേർഷിപ്പേഴ്സാണ് ഇന്ത്യക്കാർ, ജീവിക്കാൻ അവർക്ക് അർഹതയില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഒരുപാട് വ്യൂസുള്ള വീഡിയോ ഒക്കെയാണ്. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ വേണം ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ റിലീജിയസ് സംഭവം എടുക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ആ മറ്റേ വീഡിയോ തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഞാൻ ഒരു പകുതി വരെ ഞാൻ എടുത്തു വെച്ചതാണ്. മോണോതിയസ്റ്റിക് റിലീജിയൻ എല്ലാം സെയിം ആണെന്ന് പറയാൻ വേണ്ടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോണ്ടല്ലോ ഇത് അവിടെ ഇവിടെ, ആ ബുക്കിൽ ഈ ബുക്ക് മറ്റേ ബുക്ക്, പിന്നെ ഒരു സാധനമല്ല അതിൻ്റെ പഴയ വേർഷൻ, അതിൻ്റെ മറ്റേ എന്താണ് ഹീബ്രു ബൈബിൾ, അത് ടോറ, ഇത് പിന്നെ മറ്റേ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഇത് എന്തൊക്കെയോ കണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ തലവേദന എടുത്തു ഇതൊക്കെ കൂടി കണ്ടിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഒഴിവാക്കിയത്. സോ എപ്പോഴും മനസ്സിലാക്കുക,
നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, മേക്ക് ദാറ്റ് കൺട്രി ഫസ്റ്റ്. റിലീജിയനും ബാക്കിയുള്ള മൈരൊക്കെ പിന്നെ. നിങ്ങൾ റിലീജിയൻ ഫസ്റ്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാനില്ല. ഈ എവിടെയോ കിടക്കുന്ന ആരോ എന്തൊക്കെയോ എഴുതിയതെന്ന് പറഞ്ഞിട്ട് അതും വായിച്ച് വിശ്വസിച്ചിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. സോ ഇതാണ് നമ്മുടെ എനിക്ക് ആദ്യം പറയാനുണ്ടായിരുന്നത്. കാരണം കുറേ ടിപ്സ് വരുന്നറിയാം. അപ്പോൾ കുറേ ടിപ്സ് ഞാൻ കണ്ടിട്ടുമുണ്ട്. കുറേ പേര് ഞാൻ സംസാരിച്ചിട്ട് ഇവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല എന്ന്. ഇവർ എന്ത് പറഞ്ഞാലും അതങ്ങനെ ഇതിങ്ങനെ ഇതങ്ങനെയല്ല, ഇവർ മുസ്ലിംസ് അവർ വന്ന് ഇവർ ഡോമിനേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ ഇവർ കൂട്ടും, ഇങ്ങനത്തെ കുറേ ആർഗ്യുമെൻറ്റ്സാണ് ഇവരുടെ കയ്യിലുള്ളത്. എന്നിട്ട് ഇവർ പറയും ജ്യൂസ് നല്ലതാണ്. രണ്ട് കണക്കാണോ, രണ്ടും ഒരേപോലത്തെ ടീംസാണ്. ഈ റിലീജിയസ് പീപ്പിളെല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അത് പറയാനാണ് ഞാൻ ഈ ആദ്യത്തെ 10 മിനിറ്റ് ഉപയോഗിച്ചത്. നമുക്ക് നമ്മുടെ കോൺസ്പിറസീസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് കോൺസ്പിറസി, ഞെട്ടാൻ റെഡി ആയിക്കോ. ഹമാസിനാരാ ഫണ്ട് ചെയ്തത്? അല്ലെങ്കിൽ ഹൂ ഫെസിലിറ്റേറ്റഡ് ഫണ്ടിങ് ഫോർ ഹമാസ്? 2023 ഒക്ടോബർ 7 വരെ, ഒക്ടോബർ 7 ഹമാസിൻ്റെ ആ ഒരു അറ്റാക്കിൻ്റെ തലേ ദിവസം വരെ ഹമാസിന് പൈസ, ലിറ്ററലി സ്യൂട്ട് കേസുകൾ ഉള്ള പൈസ എത്തിച്ചു കൊടുത്തത് ആരാണ്? ടേക്ക് എ വൈൽഡ് ഗസ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനും ഇത് ആദ്യം കേട്ടപ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്ന് ഞാനും വിചാരിച്ചു. ആരാന്നറിയോ? നെതന്യാഹു. ഹമാസിന് ഫണ്ട് ചെയ്തത് നെതന്യാഹു അറിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ അനുവാദം കൊടുത്തിട്ട് വിത്ത് പെർമിഷനാണ് ഹമാസിന് ഫണ്ടിങ് കിട്ടിക്കൊണ്ടേയിരുന്നത്. ഈ കുഴി കുഴിച്ച് മറ്റേ ടണലുണ്ടാക്കാനും മറ്റേ ബോംബ് ഉണ്ടാക്കാനും മിസൈൽ വിടാനൊക്കെ ഉള്ളൊക്കെ പൈസ ഹമാസിന് എത്തിച്ചു കൊടുത്തത് അമേരിക്കയും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹുവും എല്ലാവരും അറിഞ്ഞിട്ടാണ് എന്നാണ് ഇപ്പം പുറത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ ആകെ എൻ്റെ കിളി പോയി. നോക്കാം എന്താണ് സംഭവം, സത്യം എന്തെങ്കിലും ഉണ്ടോ. കേട്ടപ്പോൾ കിളി പോയത് പോട്ടെ, കിളി തന്നെയല്ലേ പോട്ടെ, സത്യമുണ്ടോ അതാണല്ലോ നമുക്ക് നോക്കേണ്ടത്. എന്നാ പിടിച്ചോ. 2009 തൊട്ട് 2021 വരെ നെതന്യാഹു ആണ് ഇസ്രയേലിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ. ഇനി നെക്സ്റ്റ് ഇയറാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ലോങ്ങസ്റ്റ് സ്റ്റാൻഡിങ് പ്രൈം മിനിസ്റ്ററാണ് പുള്ളി, നെതന്യാഹു. ഓക്കെ, ഇനി എന്താണ് സംഭവം? ഹൗ ഡിഡ് ദേ ഡൂയിങ് ഇറ്റ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫണ്ട് അവിടെ എത്തിക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? ചുമ്മാ അങ്ങനെ കൊടുത്തു പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി പോരല്ലോ. എന്താണ് സംഭവം എന്ന് നോക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പലസ്തീൻ ആൾക്കാർ തന്നെയാണ് ഈ ഹമാസിനെ സെലക്ട് ചെയ്തത്. 2006 ലെജിസ്ലേറ്റീവ് എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് 74 സീറ്റ് കിട്ടിയിട്ട് ഫത്ത എന്ന് പറയുന്ന പാർട്ടി, അതായത് പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് കുറച്ചെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്ന 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഈ ഫത്ത, പലസ്തീൻ അതോറിറ്റീൻ്റെ ആ ഒരു പാർട്ടി. അവരും ഹമാസുകാരും കൂടി എതിരായിട്ട് നടന്ന ആ ഒരു ഇലക്ഷനിൽ പലസ്തീനിലെ ആൾക്കാർ സെലക്ട് ചെയ്തത് 74 സീറ്റ് കിട്ടി വിജയിച്ചത് 44% വോട്ട് കിട്ടിയത് ഹമാസിനാണ്. ഓക്കെ, അതായത് പലസ്തീൻ ആൾക്കാർ ഹമാസ് എന്തിനാണ് നിലകൊള്ളുന്നതെന്നും എല്ലാവർക്കും അറിയാം. ഹമാസ് എന്തിനാണ് നിൽക്കുന്നത്? അവർക്ക് 2 സ്റ്റേറ്റും വേണ്ട, ഒന്നും വേണ്ട, ഈ മൊത്തം ഞങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അവർ. അത് ആർക്കും അറിയാത്തത്. അപ്പോൾ അതറിഞ്ഞിട്ടും 2006 ഇലക്ഷനിൽ പലസ്തീൻകാർ തന്നെയാണ് ഹമാസുകാരനെ ജയിപ്പിച്ച് വിടുന്നത്. ഇസ്രയേലിനും അതന്നെയാണ് വേണ്ടത്. ഇസ്രയേലിലെ എല്ലാ പാർട്ടിക്കും 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അംഗീകരിച്ചിട്ടില്ല. മെയിൻ പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ പാർട്ടി, ലിക്വിഡ് പാർട്ടിയിലെ ആൾക്കാർക്ക് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണ്ട, ഹമാസിനും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണ്ട.
അപ്പോൾ എന്ത് വേണം? ഇവർക്ക് ഈ ഹമാസ് പലസ്തീൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ഹമാസുമായിട്ട് ഇവർക്ക് ഡീൽ ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം. കാരണം മറ്റവർ ഈ യാസർ അറഫാത്തിൻ്റെ ടീംസാണ് ഈ ഫത്ത പലസ്തീൻ അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. ഈ PLO എന്നൊക്കെ പറയില്ലേ, ഈ PLO എന്നൊക്കെ പറയുന്നതാണ് ഈ പലസ്തീൻ അതോറിറ്റി. അവർ മൊത്തം കുറേ പാർട്ടീസ് ഉണ്ട്, അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഫത്ത ഈ പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇവർക്ക് എന്താ വേണ്ടാത്തത്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇവർ 2006 ഇലക്ഷൻ കഴിഞ്ഞു, 2007 ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു. ഓക്കെ, ഈ ഫത്തയും ഹമാസ് അടിച്ച് പിരിഞ്ഞു. ഹമാസ് ഗാസയിലേക്ക് വന്നു, വെസ്റ്റ് ബാങ്കിലേക്ക് പോയി. ആര്? ഫത്തക്കാർ. വെസ്റ്റ് ബാങ്കിൽ എല്ലാവരും ഇല്ല, വെസ്റ്റ് ബാങ്കിൽ കുറച്ച് സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ഫത്ത ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വെസ്റ്റ് ബാങ്കിലെ ചില സിറ്റീസ് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ചില സ്ട്രീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. അവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പണാണ്, അവിടെ കുറേ കാര്യം, അവിടെ ആൾക്കാരൊക്കെ സാധാരണ പോലെയാണ് ജീവിക്കുന്നത്. ഈ ഗാസയിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഇപ്പോൾ നമ്മൾ കാണില്ലേ, ഈ മറ്റേ മരുഭൂമി പോലെ ആക്കി വെച്ചിട്ടില്ലേ, പ്ലേ ഗ്രൗണ്ട് പോലെ ബോംബിട്ട് ആക്കി വെച്ചത് ഗാസയിൽ തന്നെ ചില സ്ഥലങ്ങളിലാണ്. അതിൽ സൗത്തിലൊന്നും ഒരു കുഴപ്പമില്ല, കാൻ യൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും ഒരു കുഴപ്പമില്ല. ചില വീഡിയോസൊക്കെ വരുന്നുണ്ട്, ഏതോ ഒരു മോൾ ഓപ്പണായി, ഈ പീസ് ഡീൽ കഴിഞ്ഞതും ഒരു വീഡിയോ വന്നതാണ്. അവിടുത്തെ ഒരു മോൾ ഓപ്പണായി ഗാസയിലെ, സെൻട്രൽ ഗാസയിലുള്ളതോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അവിടെ ഒന്നും ആരും ബോംബേ ചെയ്തിട്ടില്ല. അവിടെ ഓപ്പണായി, അവിടെ iPhone 17 Pro ഒക്കെ, അത് മറ്റേ ഓറഞ്ച് ഫോണില്ലേ, അതൊക്കെ ഇല്ല അവിടെ. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലവും അഫക്റ്റഡ് ആണ്. ഗാസ മുഴുവൻ എന്ന് അല്ല, അതൊന്നും അല്ല അവിടെ നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അത് വേറെ തന്നെ ഒരു സംഭവമാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ ഹമാസുകാർ ഇവരൊരു അതോറിറ്റി എല്ലാം ഫോം ചെയ്ത് ഇവർ സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ നോക്കി ഗാസയിൽ ഹമാസുകാർ. അത് ഈ പലസ്തീൻ അതോറിറ്റിക്ക് പിടിച്ചില്ല. അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് കട്ട് ചെയ്തു. ആരുടെ ഫണ്ടിങ്? ഹമാസിനും ഈ ഗാസയ്ക്കും കൊടുത്തിരുന്ന ഫണ്ടിങ് കട്ട് ചെയ്തു. അതായത് ഈ ടാക്സ് പോലത്തെ സാധനങ്ങൾ പിരിക്കുന്നുണ്ടല്ലോ ഈ വെസ്റ്റ് ബാങ്കിലുള്ള ആൾക്കാരുടെ നിന്ന്, മറ്റുള്ള ഈ ഒരു രാജ്യത്തിന് ഇപ്പോൾ അവിടെ നിന്ന് അപ്പോൾ പൈസ കിട്ടുക, ടാക്സും മറ്റു സംഭവങ്ങളും, റെൻറ്റ് അല്ലെങ്കിൽ ബിൽഡിങ്, അങ്ങനത്തെ ബിൽഡിംഗ് ടാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ പൈസ കിട്ടുമല്ലോ ഒരു രാജ്യമാകുമ്പോൾ. ആ പൈസ ശരിക്കും പറഞ്ഞാൽ ഈ ഗാസയ്ക്കും കൊടുക്കണം, വെസ്റ്റ് ബാങ്ക് കൊടുക്കണം. നടുക്ക് ഇസ്രായേൽ ഉണ്ടെങ്കിലും ഇത് രണ്ടും കൊടുക്കണ്ടേ. ഇത് ഇവർ 2017 സ്റ്റോപ്പ് ചെയ്തു. അത് പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീലുണ്ടാക്കി. 2018 തൊട്ട് 2023 ഒക്ടോബർ 7 വരെ ഇസ്രയേൽ അണ്ടർ നെതന്യാഹൂസ് ഡയറക്ഷൻ അപ്രൂവ്ഡ് എൻട്രി ഓഫ് millions of dollars ഫ്രം ഖത്തർ. ഓക്കെ, ഖത്തറിൽ നിന്ന് സ്യൂട്ട് കേസിൽ പൈസ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. 30 മില്യൺ, 15 to 30 മില്യൺ എന്നാണ് പറയുന്നത്. ഒരു മാസം 30 മില്യൻ്റെ അടുത്ത് പൈസ ആര് കൊടുക്കും? ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന് ഗാസയ്ക്ക് കൊടുക്കും. ഗാസയിലാണുള്ളത് ഹമാസ്. എന്തിനാണ് ആക്ച്വലി കൊടുക്കുന്നത് എന്നാണ് പുറത്തൊക്കെ പറയുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? ഹമാസുകാർക്ക് പൈസ ഇല്ലല്ലോ, മറ്റവർ പൈസ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇവർക്ക് പൈസ വേണ്ടേ? ഈ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, സാലറി കൊടുക്കണം, എന്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വേണം, അവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇതൊന്നുമില്ല, അപ്പോൾ ഇലക്ട്രിസിറ്റി വാങ്ങിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് $30 മില്യൺ വിത്ത് അപ്രൂവൽ ഓഫ് നെതന്യാഹു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. $1.8 ബില്യൺ 2023 ഒക്ടോബർ 7 ആകുമ്പോഴേക്കും മൊത്തം കൊടുത്തത് $1.8 ബില്യൺ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഗാസക്കാർ ഉപയോഗിക്കുന്നത് അത് സാലറി ആയിട്ടും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആയിട്ടും ഫ്യൂവല്, ഇലക്ട്രിസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, മെയിനായിട്ട് ഫ്യൂവല്, പെട്രോൾ വേണ്ടേ, പെട്രോൾ അടിക്കണം. സിവിൽ സർവൻസ്, അവിടുത്തെ ഈ ഓഫീസർമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ കൊടുക്കണം. സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് പോകുന്നത്. മുഴുവനായിട്ട് ഇതിനൊക്കെ ആയിരിക്കുമോ പോവുക? ഒരിക്കലുമല്ല.
ആരവിടെ കൺട്രോൾ ചെയ്യുന്ന? ഹമാസ്. ദേ ആർ ടേക്കിംഗ് ദ മണി. അവർ എത്ര പൈസ എടുത്തിട്ടുണ്ടെന്നും അറിയില്ല. ഈ ഫണ്ടിങ് പോകുന്നത് ആക്ച്വലി ഹമാസിന്. ലിക്വിഡ് പാർട്ടിൻ്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് 2019. നെതന്യാഹുവിൻ്റെ പാർട്ടിയാണ്. നെതന്യാഹുവിൻ്റെ വേർഡ്സാണ്. ഐ എം കോട്ടിങ് നെതന്യാഹു റൈറ്റ് നൗ. Those who oppose two-state Palestinian state solution should support the transfer of funds to Gaza. ആരൊക്കെ 2-state സൊല്യൂഷനെ എതിർക്കുന്നുണ്ടോ ഇസ്രയേലിൽ, അവർ ഈ ഗാസയിലേക്കുള്ള പൈസ പോകുന്നത് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ചുമ്മാ ഉണ്ടാക്കി പറയില്ല. ഇത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എന്താ സംഭവം നോക്കുക. ബേസിക്കലി ഡിവൈഡ് ആൻഡ് റൂളാണ് നെതന്യാഹുവിന് വേണ്ടത്, അതല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടത്. കാരണം ഈ 2-state സൊല്യൂഷനെ ഒരിക്കലും അംഗീകരിക്കില്ല ലിക്വിഡ് പാർട്ടി. അപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നെഗോഷിയേഷൻസും സംസാരിക്കുന്ന ടോക്ക് ഇപ്പോൾ പലസ്തീൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഫത്തൻ്റെ ആൾക്കാരുടെ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും 2-state വേണം, 2-state വേണം. അപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല ഇസ്രായേലിന്. അവർക്ക് വേണ്ടത് ഹമാസ് കൺട്രോളിൽ വരണം. എന്തിന്? ഇവർക്കും വേണ്ടതും ഒരേ സാധനം, അവർക്ക് വേണ്ട ഒരേ സാധനം. ഞങ്ങൾക്ക് തല്ലി തോൽപ്പിക്കുക, 2-stateും 4-stateും ഒന്നും പറ്റില്ല, നമുക്ക് അടിച്ചിട്ട് തീരുമാനിക്കുക എന്ന് പറയുന്ന ആൾക്കാരാണ് ഹമാസും ലിക്വിഡ് പാർട്ടിയും നെതന്യാഹുവിന്. അപ്പോൾ അവർക്ക് അതാണ് വേണ്ടത്. ആ സംഭവം പിടിയിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കോൺട്രവേഴ്സി തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഖത്തർ ഗേറ്റ് ഏപ്രിൽ 2025 ഈ കൊല്ലം. നെതന്യാഹുവിൻ്റെ 2 അസോസിയേറ്റ്സ് ഉണ്ട്, യോണത്തൻ യൂറിക്കും എലി ഫെൽസ്റ്റീനും. ഓക്കെ, ഈ 2 ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാർക്കും ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടി ടു സ്പ്രെഡ് ദോഹാസ് ഇൻട്രസ്റ്റ് ഇൻ ഇസ്രയേൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ട്. അതായത് ഖത്തറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയെന്ന്. നെതന്യാഹുവിൻ്റെ ഡെക്കേഡ്സ് നെതന്യാഹുവിൻ്റെ കൂടെ ഇരുന്ന 2 അസോസിയേറ്റ്സിന് ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിലൊരു സംഭവമേ ഉണ്ട്. 2 വാർണിംഗ് കൊടുത്തു. ആർക്ക്? അപ്പം നിങ്ങളൊരു ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഞാനും വിചാരിച്ചു അതിനിപ്പോൾ ഗാസയിലെ ആൾക്കാർക്കല്ലേ പൈസ കൊടുക്കുന്നത്, അത് ഹമാസുകാർക്കൊക്കെ എത്തുമോ എന്തോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഗാസയിൽ ഹമാസ് ഉണ്ട്, ശരി. ഹമാസ് തീവ്രവാദികളൊക്കെയാണ്, ടണൽ ഒഴിക്കും, തോക്ക് ബോംബൊക്കെ മേടിക്കും, അത് ഇസ്രായേലിൻ്റെ മേലേക്ക് തന്നെ ഇടും, അങ്ങനെയൊക്കെ. അതൊന്നും അങ്ങനെയൊന്നുമില്ല. എന്നാ കേട്ടോ, 2 വാർണിംഗ് കൊടുത്തിട്ടുണ്ട് നെതന്യാഹുവിന്. ഒക്ടോബർ 7, 2023 എവിടെ നിന്നാണ് കൊടുത്തത്? ഷിൻബെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഇൻറ്റേർണൽ ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ട്. ഓക്കെ, ഷിൻബെറ്റ്. മൊസാഡ് എന്ന് പറഞ്ഞാൽ ഹോൾ സംഭവം, പുറത്തുള്ള CIA ഒക്കെ പോലെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് ഇവരുടെ ഇൻറ്റേർണൽ സാധനമാണ്. ഇസ്രായേലിൻ്റെ അകത്തന്നുള്ള ആൾക്കാരാണ് ഈ ഷിൻബെറ്റ്. സെക്യൂരിറ്റി ഏജൻസിയൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ നമ്മളിപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ അവിടുത്തെ അങ്ങനത്തെ ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി, ഇപ്പോൾ CIA ഒക്കെ പോലെ പുറത്ത് പോയിട്ട് ഈ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്നത്. അതുപോലെ FBI ഒക്കെ പോലെ, അത് പറയാം, FBI ഒക്കെ പോലെ. FBI പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണം. അതുപോലത്തെ ആൾക്കാരാണ് ഷിൻബെറ്റ് എന്നുള്ള ഒരു ടീംസ്. ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആണ് അവർ നോക്കുന്നത്. അവർ 2 തവണ വാൺ ചെയ്തു. എടുത്ത് നോക്കാം, ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്യാം. എടുത്ത് നോക്കാം, ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ വാണിങ്ങാണ് കൊടുത്തത്? ഈ ഫണ്ടിങ്, നിങ്ങൾ ഖത്തറിൽ കൊണ്ട് കൊടുക്കുന്ന ഫണ്ടിങ് എവിടേക്കാണ് പോകുന്നത്? ഹമാസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇത് ശരിയല്ല, ഇത് ഹമാസ്, ഇത് നിങ്ങൾക്ക് തന്നെ പണിയാവും, നിങ്ങൾ ഒരിക്കലും ഇത് കൂട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാൺ ചെയ്ത് 2 തവണ. പിന്നെ ഓഫ് കോഴ്സ് അമേരിക്ക ന്യൂ അബൌട്ട് ഇറ്റ്. അതിൻ്റെ ഒരു സംഭവമുണ്ട്. അമേരിക്ക ന്യൂ, ഖത്തർ ന്യൂ, ഇസ്രായേൽ ന്യൂ, നെതന്യാഹു ന്യൂ, എല്ലാവരും ന്യൂ. അതായത് ഖത്തറിന് ഒന്നും
അമേരിക്കേൻ്റെ അപ്രൂവൽ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവരറിയാലോ, ഖത്തർ അമേരിക്ക ബന്ധം അറിയാലോ. അവരുടെ ഏറ്റവും വലിയൊരു മിലിറ്ററി ബേസേ ഉള്ളത് ഖത്തറിലാണ്, ദോഹയിലാണ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇപ്പോൾ അമേരിക്കനെ എതിർത്തിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഖത്തറിൻ്റെ ഒരു ഫോറിൻ മിനിസ്റ്ററോ എന്തോ ഒരു പുള്ളി ഒരു CNN ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അന്ന് അവർ ബോംബ് ചെയ്തിട്ട് ഇസ്രായേൽ ഖത്തറിൽ ബോംബ് ചെയ്തില്ലേ. അപ്പോൾ അതിന് ശേഷം അതിൽ പുള്ളി ഇസ്രായേലിന് ഇനി ഇന്നതാ പറയാമെന്നില്ല, പക്ഷെ അമേരിക്കൻ ഒരു വാക്ക് പറയില്ല. കാരണം അവർ തമ്മിൽ അങ്ങനെയാണ് ബന്ധം. അത് ഈ ഒരു ബന്ധം മാത്രമല്ല, അവർ തമ്മിൽ പറഞ്ഞില്ല മിലിറ്ററി ബേസേ ഉണ്ട് അവിടെ. വേറെ രാജ്യത്തിൻ്റെ മിലിറ്ററി ബേസ് ഇവിടെ ഇടുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ബന്ധമാണ്. അപ്പോൾ ഇവർക്ക് ഇത് അമേരിക്കക്കാർ അറിയേണ്ടതൊന്നും ചെയ്യാനേ പറ്റില്ല. അപ്പോൾ സംഭവം നോക്കുമ്പോൾ ടണൽ കുഴിക്കാനും ബാക്കിയുള്ള എല്ലാ സംഭവത്തിനും ഇസ്രയേലുകാർ അറിഞ്ഞുകൊണ്ടാണ്, നെതന്യാഹു അറിഞ്ഞുകൊണ്ടാണ് ഇവരെന്നെ പൈസ കൊടുക്കും. എന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും തോക്കും ബോംബ് മേടിക്കാനുള്ള പൈസ ഇവരെന്നെ കൊടുത്തിട്ട് അത് തിരിച്ച് അറ്റാക്ക് കിട്ടിയതാണ് ഈ October 7 എന്നാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇങ്ങനൊരു സംഭവം എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുണ്ടാവും. ഐ ഡോണ്ട് നോ. കൊളംബസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു പുതിയൊരു ന്യൂസാണ്. ഇനി അടുത്തത്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതൊരു വൈൽഡ് സാധനമാണ്. ഇത് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഇവന്മാർക്ക് പ്രാന്താണ്. എന്താ ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ അന്ധവിശ്വാസം കൂടോത്രം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സാധനം. ഈ October 7 നടന്ന ഹമാസ് അറ്റാക്ക് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് ഈ October 7 നടന്ന് എന്നുള്ളതിൻ്റെ റീസൺ അത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് October 7 എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒക്ടോബർ എന്നുള്ള മാസം സെലക്ട് ചെയ്ത് എന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞുതരാം. ഞാനിത് ആദ്യം ഈ ഒരു സംഭവം കണ്ടപ്പോൾ, വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിലിപ്പോൾ ഇത്രയും ഇതിൽ കളികളുണ്ടാവും ഞാനും വിചാരിച്ചില്ല. റെഡ് ഹെഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിറസിയാണിത്. ഇറ്റ്സ് ക്രേസി ആൻഡ് എന്താ ഭയങ്കര ഒരു സംഭവമാണ്. അതായത് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് കാണുന്നത്, നമ്മുടെ ഒരു പ്രൊഫസറുണ്ട്, നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പ്രെഡിക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ചൈനീസ് പ്രൊഫസറാണ്, ജിയാങ് സിക്വിൻ എന്നാണ് പുള്ളിയുടെ പേര്. പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ആയിരിക്കും, ജിയാൻ സിക്വിൻ. ഓക്കെ, ഇയാൾ ഭയങ്കര ഇങ്ങനെ ഹിസ്റ്ററിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളാണ്. ഇയാളിങ്ങനെ ഇയാൾ ട്രംപ് ജയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് 2024. അതുപോലെ ഈ ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ ഇറാനും നമ്മുടെ ഇസ്രായേലും കൂടി ഒരു യുദ്ധം ഉണ്ടാവും, അതിൽ അമേരിക്ക ഇടപെടും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത അങ്ങനെ ഒരാളാണ്. ഇയാളിങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്തിനാണ് ഈ 50% ഗാസ പോപ്പുലേഷൻ കുട്ടികളാണെന്ന് അറിഞ്ഞിട്ടും ഈ ലോകത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവരിനെ ഇങ്ങനെ ബോംബ് ഇടുന്നത്? കാരണം അവർക്കൊരു മോശം പേരില്ല. ഇപ്പോൾ ഇസ്രായേലിന് ഇത്രയും മോശം പേര് കിട്ടാനുള്ള കാരണം എന്താ? ഈ യുദ്ധം ഇപ്പോൾ പണ്ട് വേൾഡ് വാർ സമയത്ത് ഇത്ര പേര് കൊന്നു, ഇത്ര പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ 2 ഫോട്ടോ അല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ ഹിസ്റ്റോറിയന്മാർ തെണ്ടികൾ പറഞ്ഞാൽ ഈ പ്രൂഫല്ലേ ഉള്ളൂ, വെറുതെ പടച്ചു വിടുന്ന സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വാർ ഓൺ ക്യാമറയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം ലൈവ് സ്ട്രീം ചെയ്യണം. ലൈവ് സ്ട്രീമിങ് വാറാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവരെന്തിനാണ് ഇങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് ചെയ്യുന്നത്? അവർക്ക് വേണമെങ്കിൽ ഒളിച്ചും പാത്തും ചെയ്തുകൂടെ? ഇപ്പോൾ കുറേ ഗാസക്കാരനെ കൊല്ലണം, അതിനിപ്പോൾ പോയി ബോംബിടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. ഇസ്രായേലിലും മൊസാദിനാണോ വഴിയില്ലാത്തത്? അപ്പോൾ അത് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ആദ്യം കേട്ടപ്പോൾ എന്ത് കാരണം? അപ്പോൾ അത് അവരുടെ റിലീജിയസ് ഒരു സംഭവമാണ്, അത് സാക്രിഫൈസ് ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ കാനനൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ എബ്രഹാമിൻ്റെ ആ സമയത്തുള്ള ആ സ്ഥലത്തിൻ്റെ പേരാണ് കാനനൈറ്റ്സ്, ഈ ഇസ്രായേൽ പാലസ്തീൻ ആ ഒരു സ്ഥലം. അപ്പോൾ കാനനൈറ്റ്സിൻ്റെ പണ്ട് കാലത്തുണ്ടായിരുന്ന മോളോക്ക്, ഈ മലാക്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ,
അതുപോലെ മോളോക്കിൻ്റെ ഒരു സംഭവം നമ്മൾ പണ്ട് ഏതോ ഒരു പോഡ്കാസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികൾ ചൈൽഡ് സാക്രിഫൈസ് ചെയ്യും, ആ റിച്വൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എലീറ്റ്സിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വല്ലതാണോ, ഇതൊക്കെ എന്ത് തള്ളു എന്ന് പറഞ്ഞിട്ട് വിട്ടു. അത് മനസ്സിലായില്ല. പുള്ളി പറഞ്ഞത് ഇവർ വേണം വെച്ചിട്ടാണ് എല്ലാവരും ഇത് കാണണം, എല്ലാവരും ഞങ്ങളെ തെറി വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നോ ജസ്റ്റിഫിക്കേഷൻ, നോ ലോജിക് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് വിട്ടു. മോളോക്കാണോ എന്ന് എനിക്ക് അപ്പോൾ ഒരു സംശയമുണ്ട്, അത് വിട്ടു. അതായത് നമ്മൾ ചെറിയൊരു ഹിസ്റ്ററി മനസ്സിലാക്കണം. ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജെറുസലേമിൽ. ജ്യൂസാണ് അവിടെ ആദ്യത്തെ ടെമ്പിൾ പണിയുന്നത്. കിങ് സോളമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ജൂയിഷ് ഹിസ്റ്ററി, എൻ്റെ ഒരു രീതിയിലൊരു ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത് കാണുക. ജൂയിഷ് ഹിസ്റ്ററി ഭയങ്കര രസമാണ്. ആദ്യം ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ അത് ബാബിലോണിയക്കാർ വന്നിട്ട് അവരിനെ ഓടിച്ചു. പിന്നെ അവിടേക്ക് ആരൊക്കെയോ വന്നു, അവിടെ വീണ്ടും പേർഷ്യക്കാർ വന്നു. അപ്പോൾ വീണ്ടും ജ്യൂസിനെ കയറ്റി, വീണ്ടും അവർ ടെമ്പിൾ പണിതു. പിന്നെ റോമിലുള്ള ആൾക്കാർ വന്നു. റോമക്കാരും ജ്യൂസും തമ്മിൽ അടിയോടടി. റോമക്കാർ എന്ത് ചെയ്തു, ആ സെക്കൻഡ് ടെമ്പിളും പൊളിച്ചു. റോമക്കാരാണ് സിറിയ പാലസ്തീന എന്ന് പറഞ്ഞിട്ട് ഈ ജ്യൂസിനെ ഒന്ന് ഇതുപോലെ ഈ ആൻറ്റി മുസ്ലിം ആൾക്കാർ, ഈ എക്സ് മുസ്ലിം ആൾക്കാർ ഇസ്രായേലിൻ്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിംസിനെ വെറുപ്പിക്കുന്ന പോലെ ഈ റോമക്കാർ ജ്യൂസിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തിന് പണ്ടൊരു ഫിലിസ്റ്റീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീംസ് ഉണ്ടായിരുന്നു. ആ പേരെടുത്തിട്ട് പാലസ്തീന എന്ന് പറഞ്ഞിട്ടൊരു പേര് ആദ്യം കൊടുക്കുന്നത് റോമക്കാരാണ്. വെറുതെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അടിയായപ്പോൾ. റോമക്കാർ അറിയാമല്ലോ സുപ്പീരിയറാണ്, അവർ വാറിലും കാര്യങ്ങളും, അപ്പോൾ അവരാണ് ജയിച്ചത്. പിന്നെ വേണം ഈ മുസ്ലിം എംപറേഴ്സും ഈ കാലിഫേറ്റ് ടീംസൊക്കെ വരുന്നത്. അവർ വന്നിട്ട് ഈ അലക്സ മോസ്കും ഡോമോഫ്രോക്കും പിന്നെയാണ് അങ്ങനെ പോകുന്നത്. പിന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഈ ആൻറ്റിസെമിറ്റിസം ഈ എല്ലാവിടെയും യൂറോപ്പിലും മറ്റുള്ളവർക്ക്, കാരണം ആ സമയമാകുമ്പോഴേക്കും ഇവിടെയുള്ള ജൂയിഷ് പോപ്പുലേഷൻ എല്ലാവിടേക്കും പോയി. പിന്നെ അവിടെ പ്രശ്നമായപ്പോൾ ഇവർ വീണ്ടും തിരിച്ച് അവരുടെ പണ്ടത്തെ നാട്ടിലേക്ക് വരികയാണ്. അതാണ് ഹിസ്റ്ററി. ഇത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. മറ്റൊരു എന്തൊക്കെയോ ഇപ്പോൾ ജൂയിഷ് ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ അവരുടെ ഒരു കാര്യം പറയും, അതായത് ഞങ്ങളുടെ പണ്ടത്തെ സ്ഥലമാണ് പറയും. മുസ്ലിംസ് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജൂയിഷ് ഹേറ്ററായിട്ട് ഒരാൾ ചോദിച്ചാൽ പറയും ഇത് പാലസ്തീനുകാരുടെ സ്ഥലമാണ്, അവർ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചോദിക്കും. ഒന്നുമില്ല, ബേസിക്കലി ജൂയിഷ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഹിസ്റ്ററിയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയാം, ഈ ഹിസ്റ്ററിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവിടെ നിന്നും പുറന്തള്ളപ്പെട്ട 109 രാജ്യങ്ങളിലെന്തോ പുറത്താക്കിയ ടീംസാണ്. അപ്പോൾ അവർക്ക് ഒരു ഇതുണ്ട്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് അവർ ദേ ബിക്കം ഫിൽത്തി റിച്ച്. ഈ റോത്ത്ചൈൽഡിനെ പോലുള്ള ആൾക്കാരായി. അങ്ങനെ അവരൊരു സൈനസ്റ്റ്, ഹെർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഒരു സൈനസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കി ഈ റിച്ച് ആയിട്ടുള്ള ജ്യൂസിനൊക്കെ ഒന്നിപ്പിച്ച് ആ പൈസ കൊണ്ട് അവരൊരു കളി കളിച്ചു. അത്രേ ഉള്ളൂ. ഈ മിഡിൽ ഈസ്റ്റിലെ ടീമുകാർ ഇവർ തമ്മിലൊരു ഒത്തൊരുമയില്ല. മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരുടെ കയ്യിലും പൈസ ഇല്ലാണ്ടൊന്നും അല്ല, പക്ഷേ അവർ തമ്മിലൊരു ഒത്തൊരുമയില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ സൗദിക്കാരൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസ ഒന്നും ഇല്ലല്ലോ, പക്ഷെ അവരെ ഇവരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ ഷിയ സുന്നി പ്രശ്നമാണ് അവിടെ, അത് വേറൊരു പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവമൊക്കെയാണിത്. ഇപ്പോൾ ഈ ഹിസ്റ്ററി മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ ഹിസ്റ്ററി. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്താണ് ഈ എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. ഫസ്റ്റ് ടെമ്പിൾ പണിയുന്നത് 950 BC കിങ് സോളമൻ പണിയുന്നു. ആര് പൊളിക്കുന്നു? ബാബിലോണിയൻ എന്ന് വന്ന ആൾക്കാർ പൊളിക്കുന്നു. 587 BC അത് പൊളിക്കുന്നു. സെക്കൻഡ് ടെമ്പിൾ പണിയുന്നു. ബാബിലോണിയൻകാർ പോയി, പേർഷ്യക്കാർ വന്നപ്പോൾ അവർ വീണ്ടും ആ ജ്യൂസ് എല്ലാവരും വന്നോളി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും സെക്കൻഡ് ടെമ്പിൾ പണിയുന്നു. 516 BC പണിയുന്നു. അത് ആര് പൊളിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമക്കാർ പൊളിക്കുന്നു 70 BC. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ ഈ മുസ്ലിം എംപറേഴ്സൊക്കെ വന്നിട്ടാണ് അവിടെ അൽ അക്സ മോസ്ക് പണിയുന്നത്. ഈ ഡോം ഓഫ് റോക്ക്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ അൽ അക്സ മോസ്ക് എന്ന് പറയുന്നത് ഒരു പഴയ ഒരു മോസ്ക് പോലത്തെ ഒരു സാധനമാണ്. ഡോം ഓഫ് റോക്കാണ് അവരുടെ ഗോൾഡൻ സാധനം. ഓക്കെ,
അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരേ സ്ഥലത്താണ്. ഈ ടെമ്പിൾ പൊളിച്ച അവിടെയാണ് ഇവർ ഈ അൽ അക്സ മോസ്ക് പണിതിരിക്കുന്നത്. ജ്യൂസിൻ്റെ സെക്കൻഡ് ടെമ്പിൾ പൊളിച്ച, റോമക്കാർ പൊളിച്ച സ്ഥലത്താണ് അൽ അക്സ മോസ്ക് പണിതിരിക്കുന്നത്. ഡോം ഓഫ് റോക്ക് പണിതതും അതേ ഒരു കോമ്പൗണ്ടിലാണ്. ഈ കോമ്പൗണ്ടിൻ്റെ സെക്കൻഡ് വാളിൻ്റെ, ഈ സെക്കൻഡ് ടെമ്പിളിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ജ്യൂസ് എല്ലാ ഈ അമേരിക്കൻ പ്രസിഡൻറ്റുമാരിനൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പ്രാർത്ഥിപ്പിക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് അവിടെയാണ്. പക്ഷെ അത് അവിടെ അല്ല എന്നും പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകണ്ട, അത് വേറൊരു കോൺസ്പിറസിയാണ്. അതായത് ഈ വാള് ആക്ച്വലി ഇത് സെക്കൻഡ് ടെമ്പിളിൻ്റെ വോളെ അല്ല, അത് സെക്കൻഡ് ടെമ്പിൾ അപ്പുറത്തെ എവിടെയാണ്, ഇത് വേറെന്തോ വോളാണെന്നൊക്കെ പറയും. നമുക്ക് അതിക്കല്ല, വേറെ രീതിയിൽ പോകണോണ്ടാണ് അത് എടുക്കാത്തത്, അവിടെ കിട്ടാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ റെഡ് ഹെഫേഴ്സ് എന്ന് പറയും. റെഡ് ഹെഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവാണ്. നിങ്ങളിത് വിശ്വസിക്കില്ല, ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അത് ഇത്രപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചത് എന്തോ വല്ല ഈ മറ്റേ മന്ത്രവാദം ചാത്തന്മാർ കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ് ഇത്. അത് ആദ്യം വിചാരിച്ചത്. അതായത് ഒരു സ്പെഷ്യൽ പശുവാണത്. ഓക്കെ, ചുവപ്പ് കളറായിരിക്കും പശു, ഫീമെയിലായിരിക്കും. ഇത് പശു സാക്രിഫൈസാണ്. BJPക്കാരൊക്കെ ഇത് അറിഞ്ഞ ചങ്ക് വെട്ടി പശുവിനെ ജീവനോടെ കത്തിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. റെഡ് ഹെഫർ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. അതായത് ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി തുടങ്ങുന്നത് മോസസാണ് ആദ്യത്തെ റെഡ് ഹെഫർ സാക്രിഫൈസ് നടത്തുന്നത്. 1450 BC ആദ്യത്തെ റെഡ് ഹെഫർ സാക്രിഫൈസ് നടത്തുന്നത്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യാൻ. ഇസ്രായേലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഇസ്രായേലും ജൂഡ എന്ന് പിന്നെ ഈ സംഭവമൊന്നുമില്ല. സുമേരിയ എന്ന് പറയുന്ന ജുഡയ അങ്ങനത്തെ ആ ഒരു സംഭവത്തിൽ ഇസ്രായേലൈറ്റ്സ് എന്നാണ് അവരിനെ അന്ന് അറിയപ്പെടുന്നത്. ഈ ആൾക്കാരിനെ പ്യൂരിഫൈ ചെയ്യാൻ, അതായത് എല്ലാം പിന്നെ ദൈവം പറഞ്ഞാണല്ലോ, ഗോഡ് ടോൾ ടു സാക്രിഫൈസ് റെഡ് ഹെഫർ എന്നാണ് മോസസ് എന്ന് പറഞ്ഞത്. ദൈവം പറഞ്ഞു ഒരു റെഡ് ഹെഫറിനെ, ഒരു പ്യൂറായിട്ടുള്ള ഒരു റെഡ് ഹെഫറിനെ സാക്രിഫൈസ് ചെയ്യണം. അതിൻ്റെ ചാരം ആഷ് എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്യണം ആൾക്കാരുടെ മേലെ. അപ്പോൾ ആൾക്കാരൊക്കെ പ്യുവറാകും. അങ്ങനെ ഈ ടെമ്പിളിലേക്ക് പ്രവേശനമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ടെമ്പിളിലേക്ക് പോകേണ്ടത് എന്നാണ് ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഹെഫറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരും ചില്ലറ കമ്മ്യൂണിറ്റി അല്ല. അതാണ് ഈ ജ്യൂസ് എപ്പോഴും അവർ നമ്മളിങ്ങനെ ഇപ്പോൾ ജ്യൂസ് എന്നൊക്കെ പറയുമെങ്കിലും ദേ ആർ ഫിൽത്തി റിച്ച് ആൻഡ് ദേ നോ ഹൗ ടു ബി റിച്ച്. അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരിനെ ഇതിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്ന അവർക്കറിയാം. അവരുടെ ഒരു കാര്യം നടക്കാൻ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർക്കിപ്പോൾ എന്ത് വേണം? മൂന്നാമത്തെ ടെമ്പിൾ പണിയണം. 2 ടെമ്പിൾ പൊളിച്ചല്ലോ, ഇനിയിപ്പോൾ മൂന്നാമത്തെ ടെമ്പിൾ പണിയണം. ഓക്കെ, അതിൽ തന്നെ 2 ജ്യൂസ് ഉണ്ട്. ഒരു ജ്യൂസ് പറയുന്നത് മെസ്സയ്യ വരും, മെസ്സയ്യ വന്നിട്ടാണ് ടെമ്പിൾ പണിയുക എന്നാണ് ഒരു ടീംസ് പറയുന്നത്. വേറൊരു ടീംസ് പറയുന്നത് ടെമ്പിൾ പണിതാലേ മെസ്സയ്യ വരുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡിവൈഡ് ഉണ്ട്. ഇതൊക്കെ ഓരോ ആൾക്കാർ എഴുതി വിടുന്നതല്ലേ, ഇതൊക്കെ എന്ത് ഇപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ ടെമ്പിൾ വരാനോ ഈ മോസസ് വരാനോ ആരോ ആദ്യം വന്നോട്ടെ, 2 വരാനും ഒരു കാര്യം ചെയ്യണം, റെഡ് ഹെഫറിനെ സാക്രിഫൈസ് ചെയ്യണം. ബിഗിനിങ് ഓഫ് ദി എൻഡ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഈ റെഡ് ഹെഫർ സാക്രിഫൈസിനെ അല്ലെങ്കിൽ ഈ മെസ്സയ്യ വരുന്ന ആ ഒരു പ്രോസസ്സിനെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്താണ്, ഒരു പശുവല്ലേ, ചുവന്ന പശു, ഒരു ചുവന്ന പശു വരട്ടെ, അതിനെ പോയി സാക്രിഫൈസ് ചെയ്യുക, അത് പറ്റില്ല. ഇങ്ങനത്തെ വേണം വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് ഈ റെഡ് ഹെഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ നമ്മുടെ അവിടുത്തെ ഈ
ജേഴ്സി പശു എന്നൊക്കെ പറയില്ല, അതുപോലത്തെ എന്തോ ഒരു വിഭാഗം പശുവാണ് കേട്ടോ. അതിൻ്റെ പശുവിൻ്റെ ഒരു പേരാണിത്. ഒരു വെള്ള മുടിയോ ഒരു ബ്ലാക്ക് മുടിയോ പാടില്ല. ഐ മീൻ ഫുള്ള് മുടി റെഡായിരിക്കണം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ജോലി ചെയ്ത പശു ആവാൻ പാടില്ല. വേറെ ആൾക്കാർ വന്ന് തൊടുക പിടിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. അത്രയും പ്യുവറായിട്ടുള്ള റെഡ് ഹെഫേഴ്സ് തന്നെ വേണം സാക്രിഫൈസ് ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ചില്ലറ പരിപാടിയല്ല. പിന്നെ ഇത് അങ്ങനെ അത് പ്യുവർ ബ്രീഡായിരിക്കണം. ഇവരുടെ എത്രയോ ഇങ്ങനെ എന്താണ് നമ്മൾ ഈ പട്ടീനെയും നായ്ക്കളിലേക്ക് മേടിക്കുമ്പോഴേ ഈ ഒരു KCA സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തോ ചോദിക്കില്ലേ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ ഈ പ്യുവർ ബ്രീഡായിരിക്കണം. അത് അച്ഛനും അമ്മയും റെഡ് ഹെഫർ ആയിരിക്കണം. പിന്നെ അങ്ങനെ എത്രയോ ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോഴാണ് അവർ പ്യുവർ ബ്രീഡായിട്ട് മാറുക. അതിൻ്റെ അടിയിൽ വേറെ ഏതെങ്കിലും പശുവായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വല്ല സിനിമാ കഥ പോലെ ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നിയത്. ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ, ഓരോ കാര്യങ്ങൾ അറിയുന്നത്. ഇതുവരെ 9 റെഡ് ഹെഫേഴ്സിനെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ സാക്രിഫൈസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഡൺ ബൈ ദ മെസ്സയ്യ. ഈ മെസ്സയ്യ എന്ന് പറയുന്ന ഒരാൾ വരും നമ്മളെയൊക്കെ രക്ഷിക്കാൻ എന്നാണ് കുറച്ച് ടീംസ് ഓഫ് ജ്യൂസ്, ഈ ഓർത്തഡോക്സ് ജ്യൂസ് വിശ്വസിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട. ദ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ട്. അവരുടെ മെയിൻ മിഷൻ ഈസ് ടു ബിൽഡ് ദ 3rd ടെമ്പിൾ. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തന്നെ പ്രാന്തായി അതൊക്കെ വായിച്ചിട്ട്. ഡെഡ് സ്ക്രോൾ കണ്ടുപിടിച്ച കാര്യവും അങ്ങനത്തെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അവരുടെ മിഷൻ എല്ലാം പറയുന്നുണ്ട്. ആരാണ് ഇതിന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ കുറച്ച് ആൾക്കാരും ഇവാഞ്ചലിക് ക്രിസ്ത്യൻസ് എന്ന് പറയും. ഓക്കെ, ഈ ക്രിസ്ത്യൻസിലും ഈ കുറേ ആൾക്കാരുണ്ടല്ലോ, മെജോറിറ്റി ആണെന്ന് തോന്നുന്നു, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. കുറേ പേര് വിചാരിക്കുന്നത് ഇത് ഓൾറെഡി മെസ്സയ്യ വന്നല്ലോ, അത് ജീസസ് ക്രൈസ്റ്റ് വന്നല്ലോ, ഇനി വരാൻ പോകുന്നത് ഈ ജ്യൂസ് കൊണ്ടുവരാൻ നോക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റിനെയാണ്, ആൻറ്റി ക്രൈസ്റ്റ് രൂപമാണ്, അതാണ് എൻഡ് ഓഫ് ദ ടൈംസ് എന്നൊക്കെ പറയുന്ന വേറൊരു കുറച്ച് ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവാഞ്ചലിക് ക്രിസ്ത്യൻസാണ് ഇസ്രായേലിലെ ഒരു വിഭാഗം ആൾക്കാരാണ് ദ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരിനെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത്. അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കാം. അതിലൊരു ലോഡ് സാധനങ്ങളുണ്ട് മോനെ. ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻ നൗ? ഹൗ ഈസ് ദിസ് റെലവൻറ്റ് ടു അവർ ഡിസ്കഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വല്ല കെട്ടുകഥകൾ പോലെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട്. സെപ്റ്റംബർ 15 2022 ബ്രയൻ സ്റ്റിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റിൽ ഫാർമറുണ്ട്. ഓക്കെ, പുള്ളി എവിടെയുള്ളത്? അമേരിക്കയിൽ ടെക്സസിലെ ഒരു പശുവിനൊക്കെ വളർത്തുന്ന ഒരാളാണ് ബ്രയൻ സ്റ്റിൻസൺ. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയും ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും കൂടെ ചേർന്നിട്ട് 5 റെഡ് ഹെഫേഴ്സിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. അതായത് പുള്ളിക്കാരന് എത്രയോ പൈസ കൊടുത്തു, നല്ല ഫണ്ടിങ്. ഞാൻ പറഞ്ഞില്ല, ഇവന്മാരുടെ കയ്യിൽ ഫണ്ടിങ് ആണ് ഇവരുടെ മെയിൻ സാധനം, ഫണ്ടിങ്ങാണ്. അപ്പോൾ ഈ 5 പശുക്കളിനെ, അത് ഭയങ്കര സെലക്ട് ചെയ്തെടുത്ത പശുക്കളാണ്. എന്താ പറയുക, ഒരു മുറിവോ ചതവോ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, ഭയങ്കര പ്യുവറായിരിക്കണം. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. എവിടേക്ക്? ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി 2022. ഇനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 2024 ഒരു ഫേക്ക് സാക്രിഫൈസ് നടത്തി. ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഈ ടെമ്പിളും ഈ ഡോം ഓഫ് റോക്കും മറ്റേതൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലം, വെയിലിംഗ് വാളൊക്കെ ഉള്ള ആ സ്ഥലത്തിന് അഡ്ജസ്റ്റൻ്റ് ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മേലെയാണ് ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന്, ആ കുന്നിനെയാണ് ഈ മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന് വിളിക്കുന്നത്. ആ മൗണ്ട് ഓഫ് ഒലീവ്സിൻ്റെ മണ്ടയിൽ കയറിയിട്ടാണ് ഈ സാക്രിഫൈസ് ആക്ച്വലി ചെയ്യേണ്ടത്. പണ്ടെങ്ങാണ്ട് അങ്ങനെ ചെയ്തു എന്നോ അങ്ങനെ എന്താ പറയുന്നത്, അതായത് ഈ ടെമ്പിൾ മൗണ്ട് നോക്കിയിട്ട് വേണം ഈ സാക്രിഫൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2024 ഈ പശുവിൻ്റെ ചിത്രം വെച്ചിട്ട്, ഒരു കാർഡ്ബോർഡിൽ പശുവിൻ്റെ ചിത്രം വെച്ചിട്ട് ഒരു സാക്രിഫൈസ് അവർ ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ശരിക്കും നടന്നിട്ടുണ്ട്.
ഇനിയാണ് ശരിയായ കാര്യം. ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഒരു ഡൗട്ടുണ്ടായി, ഈ പശുവിൻ്റെ അതിലേക്ക് ഉള്ളതാണോ, എന്താണ് ഇത്, എന്താ ഇതൊക്കെ പറയുന്നത്. വെറുതെ നിങ്ങൾ റെഡ് ഹൈഫസ് ഇസ്രായേൽ എന്ന് അടിച്ചു കൊടുത്താൽ ഈ 5 പശുക്കളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഒരു ലോഡ് വീഡിയോ ഉണ്ട്, 2 വീഡിയോ ഞാൻ അവിടെ കൊടുക്കാം. അതായത് ആൾക്കാർ ആ പശുക്കളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ആൾക്കാർ ഇതൊക്കെയാണ് 5 പശുക്കൾ, നമുക്ക് എത്രയും പെട്ടെന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് മെസ്സേജിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഉള്ളതാണോ എന്ന് തോന്നുക. അപ്പോൾ ഇനി ജൂലൈ 2025 ഈ കൊല്ലം ജൂലൈ 2025 അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിമോട്ട് ഹിൽസ് ഇൻ നോർത്തേൺ ഇസ്രായേൽ എന്നാണ് അവർ പറയുന്നത്. മൗണ്ട് ഓഫ് ഒലീവ്സിലല്ല, വേറൊരു സ്ഥലത്ത് ഈ 5 പശുക്കളുണ്ടല്ലോ, അതിലെ ഒരു പശുവിനെ ഡിഫക്റ്റീവായ പശു എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇതിന് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊക്കെ വേണം. ഇത് ഭയങ്കര ഒരു റിലീജിയസ് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഈ 2025 ജൂലൈയിൽ ഇവർ ഒരു പശുവിനെ സാക്രിഫൈസ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അത് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ ഓരോ ഡൈം ബാഗിൽ, ഒരു ചെറിയ ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിൽ അതിൻ്റെ ആഷസ് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അതും കൊണ്ട് കുറേ പോഡ്കാസ്റ്റിലൊക്കെ വന്നിട്ട് ഇതാണ് ബാഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, അതിനിപ്പോൾ എന്താണ്, ജ്യൂസ് 3rd ടെമ്പിൾ കെട്ടിക്കോട്ടെ, അതിനിപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കൊരു ചോദ്യം വരും. എനിക്കും അങ്ങനൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പം എന്താ 3rd ടെമ്പിളിൽ കെട്ടിക്കോട്ടെ. പക്ഷേ അതാണ് ഒരു കാര്യം, അവർക്ക് എവിടെയാണ് കെട്ടേണ്ടത്? ഈ അൽ അക്സ മോസ്കില്ലേ, അതിൻ്റെ മണ്ടയിലാണ് കെട്ടേണ്ടത്. അത് പൊളിച്ചിട്ട് അവിടെയാണ് കെട്ടേണ്ടത്. അപ്പോഴാണ് ഈ ഒക്ടോബർ 7, 2023 അല്ലെങ്കിൽ ഒക്ടോബർ 2023 എന്നുള്ള ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അതായത് ഈ റെഡ് ഹൈഫേഴ്സിനെ 3 വയസ്സ് പ്രായമാകുമ്പോഴാണ് സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ 2022 കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല ഇസ്രായേലിൽ. അത് 3 വയസ്സ് ആയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 2023. They were supposed to do a red heifer sacrifice on ഒക്ടോബർ 2023. അത് കാരണമാണ്, അതാണ് ആ ഡേറ്റിൻ്റെ പ്രത്യേകത. അത് കാരണമാണ് ഈ ഹമാസുകാർ ഇത്ര വലിയൊരു അറ്റാക്ക് ഇസ്രായേലിൽ നടത്തിയത്. കാരണം ആലോചിച്ച് നോക്കൂ, ഒരു ലോജിക്കും ഇല്ല. ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് എന്തൊക്കെ ചെയ്യുന്നു ഇന്നലെ ജനിച്ച കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ കൂടെ അറിയാം. അങ്ങനെയുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവത്തിനെ ചൊറിയാൻ വേണ്ടിയിട്ട് ഈ ഹമാസുകാർ പോകേണ്ട ഒരാവശ്യവും ആക്ച്വലി ഇല്ലതാണ്. അവർക്ക് നഷ്ടങ്ങളല്ലേ വന്നിട്ടുള്ളൂ. ഹമാസിൻ്റെ മുഴുവൻ ലീഡർഷിപ്പ് മരിച്ചു. അവരുടെ ആൾക്കാർ, അവരുടെ പാലസ്തീൻകാരനെ അവർക്കെതിരെയായി അവരുടെ ആൾക്കാരനെ, എത്ര ആൾക്കാരാണ് ഇവരിൻ്റെ ഒരു ദിവസത്തെ ഒരു പണി കാരണം മരിച്ചത് അല്ലേ? ഈ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഇവർ ഹമാസാരല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണ് അവർ പറയുന്നത്, ഈ 3 വയസ്സായപ്പോഴാണ് ഇവർ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണ് ആ ഡേറ്റിന് ഇത്ര പ്രത്യേകത എന്നാണ് ഒരു വീഡിയോയിൽ കണ്ടത്. വാട്ട് എ ലോഡ് ഓഫ് ബുൾഷിറ്റ് മാൻ. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഹമാസ് ഈ പശു നോക്കിയിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് വായെടുത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് കഴിയുമ്പോഴേക്കും ഒരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ ഹമാസിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ, പുള്ളി ഈ ഒക്ടോബർ 7 ആ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോ പോലെ അവർ ചെയ്തതാണ്. എന്തിനാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തതാണ്. അതിൽ അവർ പറയുന്നുണ്ട്, ദേ ഗോട്ട് ദ റെഡ് കൗസ് നൗ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ബ്ലൂ മൈ മൈൻഡ്. എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഉള്ളതാണ്. ഈവൻ ഹമാസിൻ്റെ സ്പോക്സ് പേഴ്സൺ വന്നിട്ട് വരെ ഈ ചുവന്ന പശുക്കളിനെ കുറിച്ചാണ് പറയുന്നത്. അവരവിടെ സാക്രിഫൈസ് ചെയ്യാൻ പോവുകയാണ്. ദേ ആർ റെഡി ടു മെസ്സേജിനെ കൊണ്ടുവരാൻ അവർ റെഡിയാണ്
എന്നാണ് അവർ പറയുന്നത്. അത് ഹമാസുകാർ വരെ കൺഫേം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ദേ ബിലീവ് ഇൻ ദിസ് ഷിറ്റ്. ആ കാര്യം കൂടെ ഇവരുടെ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്തെന്നുള്ള വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഇത് എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് എനിക്ക് കൺഫേം ആയത്. ഇത് ഭയങ്കര രസമാണ്. ഇത് ഒരു ആഡം കിങ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു വേർഷനാണ് പറയുന്നത്. അതായത് ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ ആഡം കിങ് റെഡ് ഹെഫർ സ്റ്റോറി എന്നോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ മതി, കിട്ടും. അതിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ റിച്വൽ ചെയ്യുന്നത് ആരാ വെച്ച് കഴിഞ്ഞാൽ മോസസൊക്കെ ചെയ്ത റിച്വലാണല്ലോ. അപ്പോൾ ഭയങ്കര പ്രീസ്റ്റ്, ഭയങ്കര എന്താ പറയുക, ഒരു സ്പെസിഫിക് ബ്ലഡ് ലൈനിലുള്ളൊരു പ്രീസ്റ്റിനെ മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കണ്ട റബേഴ്സിനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ആ പ്രീസ്റ്റിനാണെങ്കിൽ ഐസൊലേഷനിലാണ് പുള്ളി ജനിച്ചപ്പോൾ തന്നെ ഈ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. പുള്ളി 20 കൊല്ലത്തോളം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് പോലും പോവാതെ ഒരു എലിവേറ്റഡ്, അത് മണ്ണിൽ കൈ മുട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ മണ്ണിൽ കാല് കുത്താൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു എലിവേറ്റഡ് ഹൗസിൽ 20 കൊല്ലം ആയിട്ട് പുള്ളി മണ്ണൊന്നും തൊടാതെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ഉള്ളൊരു പ്രീസ്റ്റ്, ഒരു പ്രത്യേക ഒരു ആൾക്കാരാണ് ഇത് ചെയ്യുക, ഈ റിച്വൽ ചെയ്യുക. ആ ആളുടെ ഒരു പേരൊക്കെ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്. അവരാണ് ഇത് ഈ ജൂലൈ 2025 ചെയ്തെന്നാണ് പറയുന്നത്. 1 ജൂലൈയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഡേറ്റ്. അതായത് ഇതൊരു ടെസ്റ്റ് റണ്ണാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ആഡം കിങ് പറയുന്നത് ടെസ്റ്റ് റണ്ണ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറ്റിച്ചതാണ്. ഇത് ആക്ച്വലി ടെസ്റ്റ് റണ്ണൊന്നുമല്ല. അതായത് ഇവർ പറഞ്ഞത് 5 പശുവുണ്ട്, അതിലൊരു പശുവിന് ചെറിയൊരു അതാണ് ടിക്വ, അതങ്ങനെയാണ് ആ പശുവിൻ്റെ പേര്. ഇവർ പേരൊക്കെ ഇട്ടിട്ടുണ്ട് 5 പശുവിന്. ടിക്വ എന്നുള്ള പശുവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഒരു സാക്രിഫൈസ് ഫേക്കായിട്ടൊന്ന് ചെയ്ത് നോക്കിയത് എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഗവൺമെൻറ്റിനോട് വരെ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾക്കാരും റെഡ് ഹെഫറിൻ്റെ ആൾക്കാരും അങ്ങനെ പറഞ്ഞതെങ്കിലും ആഡം കിങ് പറയുന്ന ആൾ പറയുന്നത് ഇതൊന്നും അല്ല, ഇതൊക്കെ ശരിക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലൊരു ബാഗ് ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ ആഷസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആഷസ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പ്യുവറാവുന്നോ, ആൾക്കാരൊക്കെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ശരിയാവുന്നോ, അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവം പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഫക്കിംഗ് ലൈക്ക് ശരിയായ സ്റ്റോറി. അപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മൗണ്ട് ഓഫ് ഒലീവ്സ് പറഞ്ഞില്ലേ, ഇനി അവിടെ കൊണ്ടുപോയിട്ട് ശരിക്കും ഒരു സാക്രിഫൈസ് അങ്ങോട്ട് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സയ്യ വരും, ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കും, അലക്സ മോസ്ക് അവിടെ ഇല്ലാതാക്കും. എന്നിട്ട് അതിന് മേലെ ഒരു 3ാമത്തെ ടെമ്പിൾ കെട്ടും എന്നാണ് ഇവർ പറയുന്നത്. ആ ടെമ്പിൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ വേറൊരു റബ്ബയുണ്ട്, പുള്ളിയുടെ പേര് റബ്ബെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. പുള്ളി അവിടെ കൊടുക്കുക അതിൻ്റെ സംഭവം. പുള്ളിയും ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഈ കുറേ പേര് ഞാൻ പറഞ്ഞില്ല, ഓർത്തഡോക്സ് ജ്യൂസാണ് ഇതിൽ മെയിനായിട്ട് വിശ്വസിക്കുന്നത്. ആ പുള്ളിയാണ് ഈ നെതന്യാഹുവിൻ്റെ മെൻറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് നെതന്യാഹുവിനൊക്കെ അത് അറിയാം, ഇവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അതിനാണ് ഇപ്പോൾ ഈ ഹമാസുകാർ ഡിലേ ചെയ്യാനാണ്, ഈ സാക്രിഫൈസ് ഡിലേ ചെയ്യാനാണ് ഈ October 7 നടത്തിയത് എന്നൊക്കെയാണ് ഈ ചില ആൾക്കാർ പറയുന്നത്. ഇതൊക്കെ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൺഫേംഡ് കോൺസ്പിറസി, പക്ഷെ ഇതെല്ലാം സത്യമാണ്. പശുവിനെ കൊണ്ടും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റിൽ ഫാർമറുണ്ട്. അവിടുത്തെ ഇസ്രായേലുകാർക്ക് ഇങ്ങനെ ഒരു സൂവിലൊക്കെ പോണ പോലെ അവർ ഈ റെഡ് ഹെഫറിനൊക്കെ കാണാനും പോകുന്നുണ്ട്. ജൂലൈ 1-ാം തീയതി ഇങ്ങനെ ഒരു സാക്രിഫൈസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചാരവും അതിൻ്റെ തീ കത്തുന്ന ഫോട്ടോസ് വരെ ഉണ്ട്. അത് ആരെ നടത്തിയെന്ന് വരെ എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശരിക്കും ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെയാണോ ഇവരുടെ അൾട്ടിമേറ്റ് എയിമെന്നൊന്നും അറിയില്ല. ഒരു വിഭാഗം ആൾക്കാരുടെ എയിം അതാണ്. അപ്പോൾ മെസ്സയ്യ വരുമ്പോൾ കാണാം. നമ്മളൊക്കെ മെസ്സിനെയാണ് മെസ്സയ്യ എന്ന് പറയുന്നത്. ഇവർ ശരിക്കുള്ള മെസ്സയ്യനെ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് എന്നാണ്
ടീംസുകളൊക്കെ പറയുന്നത്. ഹൂ നോസ്, വിശ്വസിക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നത് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഉള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണ്. കോൺട്രഡിക്റ്റിംഗ് ഫോർ ലൈക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ജൂ ഹെയ്റ്ററാണ്, നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക ആൻറ്റിസെമൈറ്റാണ്, നിങ്ങൾ മറ്റേ റെഡ് പില്ലിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതൊന്നും ഫാക്ട് ചെക്ക് ചെയ്യണ്ടല്ലോ. ആ പശുവിനെ കൊന്നു, ഇനി ഇവന്മാരൊക്കെ ഇതിനെ ആൻറ്റി ക്രൈസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്, മെസ്സയ്യനെ എന്താണ് കൊണ്ടുവരാൻ നോക്കുകയാണ്, എന്നിട്ട് മെസ്സയ്യ വന്നിട്ട് വേണം ഇവർക്ക് പള്ളി കെട്ടാൻ, ടെമ്പിൾ കെട്ടാൻ എന്ന് പറഞ്ഞാൽ മതി. ഫാക്ട് ചെക്കും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഫാക്ട് ചെക്കൊക്കെ ചെയ്യുമ്പോഴാണ് കുഴപ്പം. ഇങ്ങനെയൊക്കെ ഉണ്ടോ, അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട്, പക്ഷെ ഇതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? ഹൂ നോസ്. വല്ലാത്തൊരു സംഭവമാണിത്. ഇനി അടുത്തത്, ഇനി അതൊക്കെ അവിടെ വെക്കട്ടെ. ഇനി കുറച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞു, പശുവിൻ്റെ കാര്യമൊക്കെ അവിടെ വെക്കട്ടെ. മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഫാൻസ് ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൺലി ഫാൻസിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഈ ഓൺലി ഫാൻസുമായിട്ട് ഇതിൽ എന്താ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവം. ഈ എയ്പാക്കിനെ കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയ്പാക്ക് എന്താണ്? എയ്പാക്ക് എന്ന് പറഞ്ഞാൽ ജൂയിഷ് ലോബിയാണ്, ഇസ്രായേൽ ലോബിയാണ്, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഉള്ള പൊളിറ്റീഷ്യന്മാർക്കൊക്കെ പൈസ കൊടുത്ത് സ്വാധീനിക്കുന്ന ഒരു ലോബിയാണിത്. നോൺ ഫാക്റ്റാണ്, നോൺ കാര്യമാണിത്. എല്ലാവർക്കും ഡൊണാൾഡ് ട്രംപിനും ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, എല്ലാ പാർട്ടിക്കും പൈസ കൊടുക്കും. അപ്പോൾ ഏറ്റവും വലിയ എമൗണ്ട് ഒരു കമ്പനി സ്പോൺസർ ചെയ്തത് എയ്പാക്കിന് എത്ര ഡൊണേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഫാൻസ് ആണ്. ഓൺലി ഫാൻസ് പറഞ്ഞാൽ അറിയാലോ, പോൺ പോലത്തെ ഈ സബ്സ്ക്രിപ്ഷൻ മോഡലുള്ള സംഭവം. അതൊന്നും മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല, നല്ല കാര്യമാണ്. ആൾക്കാരതിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കട്ടെ, അതിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ പോണിൻ്റെ ആ ഒരു സംഭവം, ഓൺലി ഫാൻസിൻ്റെ CEO എന്ന് പറയുന്നത് ലെനിക് റെഡ്വിസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിയാണ് $11 മില്യൺ എയ്പാക്കിന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പിന്നെ ഞാൻ നേരത്തെ ഐലോൻ്റെ കാര്യം പറഞ്ഞില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ ജ്യൂസാണ് പോൺ ഇൻഡസ്ട്രീനെ മൊത്തം പോൺ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ യങ്ങായിട്ടുള്ള ആൾക്കാരെയൊക്കെ കറപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ ഈ ആൾക്കാരൊക്കെ പറയും. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്റ്റ്. ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുത്തത് ഓൺലി ഫാൻസിൻ്റെ CEO ആണ്. ഓൺലി ഫാൻസ് കമ്പനിയാണ് എയ്പാക്കിന് $11 മില്യൺ അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഡസൻ മീൻ ജൂയിഷ് സയനിസ്റ്റാണ് പോൺ കാണിച്ച് കറപ്റ്റ് ചെയ്യണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതെ ഞാൻ പറഞ്ഞത്, ഇഫ് യു ആർ എ ജൂയിഷ് ഹേറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ഗ്രേറ്റ് നോട്ടീസിങ്ങിൻ്റെ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. ആർക്കും എന്ത് വേണമെങ്കിൽ പറയാമല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യം വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ജസ്റ്റ് ഇമാജിൻ, ഇത് നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കത്തിന്ന് വരില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ജഡ്ജിമാർ ഒരു ദിവസം രാവിലെ അഞ്ച് പോവാണ് എവിടേക്ക്? ഈ ഇന്ത്യയിലുള്ള എല്ലാ ജഡ്ജിമാരും, കോടതി ജഡ്ജിമാർ വേറൊരു രാജ്യത്തിലേക്ക് പോവാണ്. ദുബായിക്ക് പോവാണ്. ദുബായി പോയിട്ട് അവർ അവിടുത്തെ പല പള്ളികൾ, അതുപോലത്തെ അവിടുത്തെ റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സന്ദർശിക്കുന്നു. അവർ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫുള്ള് ഫണ്ടഡൊക്കെ ദുബായാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണെന്ന് വെച്ചോ. എന്നിട്ട് ഇവർ അവിടെ പോയിട്ട് ഞങ്ങളുടെ അലീജിയൻസ് ഞങ്ങൾ പ്ലഡ്ജ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ നമ്മളാണല്ലോ, നമ്മുടെ ജഡ്ജിമാരാണല്ലോ വരിക. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? എൻ്റെ രാജ്യത്തിലുള്ളവർ എന്തിനാണോ വേറൊരു ഫോറിൻ കൺട്രി, ആ ഫോറിൻ കൺട്രി നമ്മളായിട്ട് ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി കുറേ ബന്ധമുണ്ട്, കുറേ വെപ്പൺ മേടിക്കുന്നുണ്ട്, കുറേ പൈസ കൊടുക്കുന്നുണ്ട്, ആ ബന്ധമല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എത്നിസിറ്റി ആയാലും
റിലീജിയസ് പരമായിട്ടായാലും വേറെ ഒരു കൾച്ചറലി ആയാലും ഒരു ബന്ധമില്ല. അത് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഒരു രാജ്യം, നമ്മളിവിടെ കിടക്കുന്ന രാജ്യം, ഒരു ബന്ധമില്ല. ഇവിടെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അങ്ങനത്തെ അല്ലാണ്ട് കൾച്ചറലി ഒരു ബന്ധമില്ലാത്തവർ പോയിട്ട് നമ്മളെന്തിനാണ് അവിടെ അലീജിയൻസ് പ്ലെഡ്ജ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരില്ലേ? ഇതേ സംഭവമാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. 250 അമേരിക്കയിലുള്ള ലെജിസ്ലേച്ചർ ലോ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഒഫീഷ്യൽസ്, അമേരിക്കയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന US ലെജിസ്ലേറ്റീവ് ബോഡിയിൽ വർക്ക് ചെയ്യുന്ന ലോ മേക്കേഴ്സ് ആയിട്ടുള്ള, അതായത് ഇവരൊക്കെ കൂടിയിട്ടാണ് അവരുടെ പുതിയ നിയമങ്ങളെ ഉണ്ടാക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ 250 ആൾക്കാർ ഒരുമിച്ച് ഇസ്രായേലിൽ പോയിട്ട് അവിടുത്തെ ഇസ്രായേലിൻ്റെ അടുത്ത് അലീജിയൻസ് പ്ലെഡ്ജ് ചെയ്തിട്ട് നടത്തിയ ഫോട്ടോഷൂട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു തോന്നിവാസമല്ലേ? ഒരു അമേരിക്കക്കാരൻ ചോദിക്കുകയാണ്, എൻ്റെ ടാക്സും പൈസയും കൊണ്ട് നിങ്ങൾ എന്തിനാണോ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ എൻ്റെ രാജ്യത്ത് നിന്ന് ഇവിടെ വല്ലതും നന്നാക്കാൻ നോക്കാണ്ട് വെറുതെ അവിടെയും ഇവിടെയും പോയിട്ട് എന്തിനാണോ അലീജിയൻസ് പ്ലെഡ്ജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഗ്രേറ്റ് നോട്ടീസിങ് ഉണ്ടാവുന്നത്. ലാർജസ്റ്റ് US ബൈപാർട്ടിസൺ ഡെലിഗേറ്റ് ടു എവർ വിസിറ്റ് എ ഫോറിൻ കൺട്രി എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ഗവൺമെൻറ്റിലെ ആൾക്കാർ ഒരുമിച്ച് വേറെ ഒരു രാജ്യത്ത് ഒരു ഫോറിൻ കൺട്രിയിൽ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഈ കൊല്ലം സംഭവിച്ച കാര്യമുണ്ട. 10 കൊല്ലം മുന്നോ 15 കൊല്ലം മുന്നോ അല്ല, ഈ കൊല്ലം സംഭവിച്ച കാര്യമാണ്. ഇനി വേറൊരു സംഭവം നോക്കിക്കോ. ഇതൊക്കെ ഇപ്പം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ പണ്ടത്തെ ഹിസ്റ്ററിയും പണ്ടാരമൊക്കെ മതിയായി കുറേ നോക്കിയിട്ട്. അതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. സാംസങ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ന്യൂക്ലിയർ വെപ്പൻ്റെ ഒരു സാധനം, പ്രൊജക്റ്റ് എസ്തറോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ ഈ നാസിക്കാരുടെ കാര്യം എടുത്ത് അറിയാലോ. നാസിക്കാർ റഷ്യയിൽ നിന്ന് സാറിനെ കൊല്ലാൻ വേണ്ടി ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസാണെന്നാണ് കുറേ പേര് പറയുന്നത്. അപ്പോൾ ബോൾഷെവിക്ക് റെവല്യൂഷനിൽ റഷ്യയിലെ സാറിനെ കൊല്ലാൻ നോക്കിയപ്പോൾ അവിടുന്ന് ജർമ്മനിക്ക് വന്നു, അങ്ങനെ എന്തൊക്കെയോ കഥ. പിന്നെ ജർമ്മനി ആയിരുന്നു അവർക്ക് ഏകൊരു ആശ്രയം ഉണ്ടായിരുന്നത്. ജർമ്മനിക്കാർ അവരിനെ വെൽക്കം ചെയ്തു. അതിനാണ് അവർക്ക് അവിടെ വന്നിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഹിറ്റ്ലർ വന്ന് അതിനെ ഓടിച്ചിട്ട്, അങ്ങനെ പല കഥകളുണ്ട്. അതൊക്കെ എങ്ങനെ ഇപ്പോൾ വെരിഫൈ ചെയ്യുക? ഈ വേറൊരു സംഭവം, ഈ ഹോളോകോസ്റ്റിൻ്റെ എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു ഉത്തരവും കിട്ടില്ല. ഏതിലല്ലേ നമുക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കണ്ണിക്കണ്ട മീഡിയക്കാരും കണ്ണിക്കണ്ട മറ്റേതൊന്നും ഫാക്ട് ചെക്ക് ചെയ്യേണ്ട, നിങ്ങളത് എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് ഫാക്ട് ചെക്ക് എന്ന് ഇപ്പോൾ ഒരു മീഡിയ അടുത്ത് പോയിട്ട് ഒരു മീഡിയ ഫാക്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ ഫാക്ട് ചെക്ക് ചെയ്ത് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോയിട്ട് നിങ്ങളെല്ലാ മീഡിയയും നോക്ക്, എന്നിട്ട് ഇതെന്തെങ്കിലും സത്യമുണ്ടോ, വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് നെറേറ്റീവ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് ചോദിക്കണ്ടേ? ഒന്നും കിട്ടില്ല, 0. ഹോളോകോസ്റ്റിൻ്റെ എന്ത് ചോദ്യം ചോദിച്ചാലും ഒരു ആൻസറും ഇല്ല. പിന്നെ നമ്മളിത് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? അപ്പോൾ അങ്ങനത്തെ കുറേ വാദങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ലാരി എല്ലിസിനെ കുറിച്ച് അറിയാലോ. ഒറാക്കിളിൻ്റെ കോ-ഫൗണ്ടറാണ്. ഈ ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ CIA ഒരു വിങ്ങാണ്. ഈ CIA ഒരു പ്രൊജക്റ്റായിരുന്നു ഒറാക്കിൾ. അതിൻ്റെ പേര് മാറ്റി അവരൊരു പുതിയൊരു കമ്പനി ആക്കിയതാണ് ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ. CIA പല പ്രൊജക്ട്സും ഹാൻഡിൽ ചെയ്യുന്നത് ഒറാക്കിളാണ്. ഡാറ്റയും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് സംഭവമാണ് അവരുടെ മെയിനായിട്ടുള്ള സംഭവം. അതായത് ഡാറ്റയാണ് മെയിനായിട്ട്. പുള്ളിയുടെ ഒരു മകനുണ്ട്, ഡേവിഡ് എല്ലിസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് സ്കൈഡാൻസ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സ്കൈഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഓൺ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൈഡാൻസും കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പാരമൗണ്ട് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയായിട്ട് ജോയിൻ ചെയ്തു, മെർജ് ചെയ്തു. എന്താണ് ഈ പാരമൗണ്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരമൗണ്ട് കമ്പനിയുടെ അണ്ടറിലാണ് CBS ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, ന്യൂസ് ചാനൽ, നെറ്റ്വർക്ക് ചാനൽ എന്ന് പറയും അമേരിക്കയിൽ. വലിയൊരു ഇപ്പോൾ പിന്നെ ആരും ന്യൂസേ കാണുന്നില്ല, എന്നാലും ഒരു ന്യൂസ് ചാനലാണ് മെയിനായിട്ടുള്ള CBS ന്യൂസ് ഉണ്ട്. അതിൽ
പാരമൗണ്ട് മൂവീസ്, പാരമൗണ്ട് സിനിമ എടുക്കുന്ന കുറേ സിനിമകളുണ്ട്. കോമഡി സെൻട്രൽ എന്നുണ്ട്, ഈ കോമഡി ഒരു ചാനലുണ്ട്. നിക്ലോഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ ചാനലുണ്ട്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസൊക്കെ എടുക്കും ഷോർട്ട് ടൈം ആൾക്കാർ. അപ്പോൾ അതുപോലത്തെ ഒരു ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ വേറൊരു ചാനലുണ്ട്. ഇത്രയും ഇത് ഈ പാരമൗണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൈ ഡാൻസ് പാരമൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാരമൗണ്ട് സ്കൈ ഡാൻസ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത്. ലാരി എല്ലിസൻ്റെ മകനാണ് ഡേവിഡ് എല്ലിസൺ. പുള്ളിയാണ് ഈ മെർജറിൻ്റെ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 2025 ബാരി വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. പുള്ളിക്കാരി ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ കമ്പനീൻ്റെ ഓണറാണ്. ബാരി വൈസിൻ്റെ സ്റ്റോറി വേറൊരു സ്റ്റോറിയാണ്. പുള്ളിക്കാരി ഈ വോക്ക് അജണ്ടയ്ക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ പുള്ളിക്കാരനെ പണ്ടൊരു ഇതേപോലെ ഒരു ന്യൂസ് മീഡിയക്കാർ പുറത്താക്കി. ഓക്കെ, പുള്ളിക്കാരനെ നൈസായിട്ട് ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളിക്കാരി പോയിട്ട് ഒരു ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ ഭയങ്കര ഹിറ്റാണ്. അതിലിപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കാണുന്നുണ്ട്, കുറേ പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, ഒരു മീഡിയ ഹൗസാണ്. ആ ഫ്രീ പ്രസ് മേടിച്ചു $150 to $200 million കൊടുത്തിട്ട് ഈ പാരമൗണ്ട് സ്കൈ ഡാൻസുകാർ അത് മേടിച്ചു. ബാരി വൈസിൻ്റെ ലാസ്റ്റ് ഒരു കുറച്ച് പോഡ്കാസ്റ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷീസ് ഇൻ്റർവ്യൂയിങ് മൊസാഡ് ഏജൻറ്റ്സ്, ഷീസ് ഇൻ്റർവ്യൂയിങ് ഇസ്രയേലി മിനിസ്റ്റേഴ്സോ അങ്ങനെ എന്തൊക്കെയോ ആൾക്കാരിനെയൊക്കെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലായില്ലേ? ലാരി എല്ലിസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വാ. Citizens will be on their best behavior because we're constantly recording and reporting everything that's going on. Design a vaccine for every individual person. That mRNA vaccine, you can make that robotically, again using AI, in about 48 hours. When we want to ask a question, we've provided that AI model with all the data they need to understand our country. For 2,000 years, we were a stateless people. Love the country of Israel, and we'll do everything we can to support the country of Israel. We've been collecting this information for so long, and long before NSA was collecting it. Let me tell you who was collecting it. American Express, Bank of... ലാരി എല്ലിസിൻ്റെ ഒരു സ്വഭാവവും പരിപാടിയും മനസ്സിലായല്ലോ. പുള്ളിക്ക് എല്ലാവർക്കും ഓരോ വാക്സിൻ വെച്ച് കൊടുക്കണം, എല്ലാവരിനെയും മോണിറ്റർ ചെയ്യണം, എല്ലാവരിനെയും ട്രാക്ക് ചെയ്യണം, എല്ലാവരിനെയും അങ്ങോട്ട് ഒരു എന്ത് സ്റ്റേറ്റാണിത്, പോലീസ് സ്റ്റേറ്റിലേക്ക് ആക്കണം. ഓക്കെ, നമ്മുടെ പീറ്റർ തീലൻ്റെ ഒരു അച്ഛനായിട്ട് വരും ഇയാൾ. അപ്പോൾ ഇയാൾ ഒരു സയനിസ്റ്റാണ്, അറിയാലോ. ഇയാൾ ഈസ് എ ഹ്യൂജ് ബില്യണർ, ഈസ് എ ജൂയിഷ് ഗായ്. ഇയാൾ സയനിസ്റ്റാണെന്ന് ഇയാളുടെ പറയുന്ന വീഡിയോ ഉണ്ടായി, ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. വെറുതെ പ്ലേ ചെയ്യിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല. ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. ഓക്കെ, പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരി വൈസിനെ CBS ന്യൂസിൻ്റെ ഹെഡാക്കി. ഓക്കെ, CBS ന്യൂസ് എന്ന് പറഞ്ഞാൽ ആരും കാണാതെ, എല്ലാ ന്യൂസ് ചാനലും പോലെ തന്നെ ന്യൂസ് ഭയങ്കര ഡൗൺ ആയിരുന്നു. ബാരി വൈസിനെ, അതായത് ഇസ്രയേലിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ബാരി വൈസിനെ എന്താക്കി, CBS ന്യൂസിൻ്റെ ഹെഡാക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ കുറിച്ച് ന്യൂജൻ സംഭവങ്ങളൊക്കെ വരും, ഞങ്ങൾ ഡിജിറ്റൽ പ്രസൻസ് ഞങ്ങൾ കൂട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബാരി വൈസിൻ്റെ ഒരു പോഡ്കാസ്റ്റൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ പുതിയൊരു സെറ്റപ്പിലൊക്കെ വരുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കാണാം. കുറച്ച് ഇങ്ങനെ ലാസ്റ്റ് കുറച്ച് അതിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ നറേറ്റീവാണ് പുള്ളിക്കാരി ഫോളോ ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരനെ അങ്ങനെയാണ് പുള്ളിക്കാരി പുറത്താക്കി, പുള്ളിക്കാരി പുതിയൊരു കമ്പനിയൊക്കെ തുടങ്ങി തിരിച്ചു വന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു സംഭവം ഉണ്ടാവും. വി ക്യാൻ ബ്ലെയിം ഹർ. ഓക്കെ, ഇതാണ് കഥ. ഇനി എന്ത് സംഭവിച്ചു? ടിക്ടോക്ക് ആരെ മേടിച്ചെന്ന് അറിയാലോ, ഒറാക്കിളാണ്. അതിൽ മേജർ ഷെയർ ഹോൾഡർ ഒറാക്കിളാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് ടിക്ടോക്ക് മേടിച്ചത് ഒറാക്കിളാണ്, ലാരി എല്ലിസിൻ്റെ. അച്ഛനും മകനും കൂടെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ്, അതായത് ഇവർ ഒരു എന്താ പറയുക, മേടിച്ചു കൂട്ടാൻ ഒരു ഇതിലാണ്. എല്ലാം മേടിക്കുക. പാരമൗണ്ട് മേടിച്ചു, ടിക്ടോക്ക് മേടിച്ചു. ഇനി അടുത്ത ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർണർ ബ്രോസാണ്. പറഞ്ഞ വിശ്വസിക്കില്ല, ഞാൻ ഇതിങ്ങനെ ഇത് കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ന്യൂസ് വായിക്കുകയാണ്.
അതിൽ പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വാർണർ ബ്രോസിനോട് പറയുകയാണ് അത്ര. അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വാർണർ ബ്രോസിനോട് പറയാണ്, ട്രംപ് വാണ്ട്സ് ദ പാരമൗണ്ട് സ്കൈഡൻസ് ടു ഓൺ വാർണർ ബ്രോസ്. അതായത് ഈ വാർണർ ബ്രോസ് ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. കുറേ പേര് ബിഡ് ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ബിഡ് ചെയ്യുന്നുണ്ട്, ആപ്പിൾ TV ബിഡ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ബിഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് വേണ്ടത് പാരമൗണ്ട് സ്കൈഡാൻസുകാർ വാർണർ ബ്രോസിനെ ഏറ്റെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇവർ ടിക്ടോക്ക് മേടിച്ചു, അമേരിക്കൻ വേർഷൻ ചൈന വേർഷനൊക്കെ അവരുടെ തന്നെ, അമേരിക്കൻ വേർഷൻ മേടിച്ചു, CBS ന്യൂസ് മേടിച്ചു, ബാരി വൈസിൻ്റെ ഫ്രീ പ്രസ് മേടിച്ചു. ഞാൻ അടുത്ത് മേടിക്കാൻ പോകുന്നത് വാർണർ ബ്രോസിനെയാണ്. വാർണർ ബ്രോസ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് അതും വലിയ സാധനമാണ്. അതിൽ എന്തൊക്കെ വരും, ഒരു DC കോമിക്സ് വരും. ജസ്റ്റ് ഇമാജിൻ ജെയിംസ് ഗണ്ണ് സൂപ്പർ മാനിൽ നെതന്യാഹുവിനെ പോലെ ഒരാളിനെ മറ്റേ മോളിൽ നിന്ന് താഴെയിട്ട് കൊന്നില്ലേ. ജസ്റ്റ് ഇമാജിൻ ഡൂയിങ് ദാറ്റ് ഏരിയ അഗെയിൻ. അതിന് അപ്രൂവൽ കൊടുക്കുന്നത് തോന്നുന്നുണ്ട് അത് കിനി? ഒരിക്കലുമില്ല. അപ്പോൾ DC കോമിക്സ് വരും, അതിൽ HBO വരും. വാർണർ ബ്രോസിൻ്റെ കയ്യിൽ എന്താ ഇല്ലാത്ത ഒരു ലോഡ് സാധനങ്ങളുണ്ട്. സിനിമ, വാർണർ ബ്രോസിൻ്റെ എല്ലാ മേജർ സിനിമാസും എല്ലാം അതിലാണ്. അപ്പോൾ ഇനി അടുത്തത് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത്, ഞാനിങ്ങനൊരു ആദ്യം കേട്ടത് പാരമൗണ്ടും സ്കൈഡാൻസും ആക്റ്റീവായിട്ട് ഈ ഒരു അക്യൂസേഷനിലുണ്ട്, വാർണർ ബ്രോസിൻ്റെ അക്യൂസേഷനിലുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത് റാൻഡമായിട്ട്. ട്രംപ് വാണ്ട്സ് പാരമൗണ്ട് ടു ഓൺ വാർണർ ബ്രോസ് എന്നൊക്കെ. അങ്ങനെയാണ് പ്രഷർ കൊടുക്കുക. ജ്യൂസ് കൺട്രോൾ മീഡിയ, സയനിസ്റ്റ് കൺട്രോൾ US മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് പറയുക, ജ്യൂസാണോ മീഡിയ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. കേട്ടോ, പറഞ്ഞില്ലേ? ഇതൊക്കെ ഈ കൊല്ലം നടന്നിട്ടുള്ള കാര്യം. ഒരു കൊല്ലത്തിലാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് നോ യു ലുക്ക് ഫോർ ഇറ്റ്. എനിക്കൊന്നും പറയാനില്ല. ഇനിയും നിങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ ജ്യൂസ് കൺട്രോൾ മീഡിയ അല്ല എന്ന്? ഇതാണ് സംഭവം. പിന്നെ നമ്മുടെ കാനിയ വെസ്റ്റിൻ്റെ പണ്ടത്തെ ഒരു സാധനമുണ്ട്, മറ്റേ പുള്ളിക്ക് കുറച്ച് കിളി പോയപ്പോഴേ പുള്ളി മറ്റേ ഫുള്ള് ജ്യൂസിനെതിരായിരുന്നല്ലോ. അപ്പോൾ പുള്ളിയുടെ അതായത് ഈ ജ്യൂസ് ഇൻ മീഡിയ അല്ലെങ്കിൽ ജ്യൂസ് ഇൻ ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് എല്ലാ കമ്പനികളുടെ CEOയും എല്ലാ കമ്പനികളുടെ ഫണ്ട് ചെയ്യുന്നതും എല്ലാ കമ്പനികളുടെ എക്സിക്യൂട്ടീവ്സ് എല്ലാം ജൂയിഷാണ്. അപ്പോൾ ഇവർക്കെതിരെ ഇപ്പോഴാണല്ലോ പുള്ളി പറഞ്ഞത്. പുള്ളിനെ എല്ലാവരും ഒഴിവാക്കി, അഡിഡാസ് ഒഴിവാക്കി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒഴിവാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേർഷനാണ്. ഈ കൊല്ലം നടന്ന കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ പറയുന്നത് ഓരോ മീഡിയയിലും ജ്യൂസാണ്, ജൂയിഷ് അജണ്ടയാണ് അവർ പുഷ് ചെയ്യുന്നത് എന്നൊന്നുമല്ല. അതിപ്പോൾ അൽ ജസീറ ഉണ്ടല്ലോ, ഖത്തറിൻ്റെ ഇത് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അവരുടെ ഭാഗം പറയുന്നു, ഇവരുടെ ഭാഗം പറയുന്നു. പക്ഷേ ഇത് അമേരിക്കയിലാണ് അത് പറയുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. അത് അമേരിക്കൻ ജനതനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻറ്റിസെമിറ്റിസം കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൊളിറ്റീഷ്യന്മാരൊക്കെ വന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ യൂത്തിൻ്റെ ഇടയിൽ ആൻറ്റിസെമിറ്റിസം കൂടുന്നു, ജ്യൂസിനെതിരെ മറ്റേ ഓരോന്ന് പറയുന്നു. ദ ഗ്രേറ്റ് നോട്ടീസിങ് ആണ് സംഭവിക്കുന്നത്. അതാണ് പരിപാടി. ഇനി അടുത്ത നമ്മൾ ലാസ്റ്റ് ഒരു കാര്യത്തിലേക്ക് വരാം. ഇതൊരു ചാർട്ടാണ്. ഞാൻ ഒരു ചാർട്ട് കൊടുക്കാം. അതായത് ഞാൻ ലാസ്റ്റ് ജൂയിഷ് കോൺസ്പിറസീസിൽ ഫെഡറൽ റിസർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടൈറ്റാനിക് മുങ്ങിയതും ഫെഡറൽ റിസർവിനെ കുറിച്ചുള്ള കോൺസ്പിറസിയും അതെന്താണ് ഈ ഫെഡറൽ റിസർവ് എന്നുള്ള സംഭവം. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, RBI പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ RBIനെ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണല്ലോ. ഗവൺമെൻറ്റാണ് അവിടെ ആൾക്കാരിനെ വയ്ക്കുന്നത്, ഗവൺമെൻറ് പറഞ്ഞ പോലെയാണ് അവർ കേൾക്കുന്നത്. പക്ഷേ അമേരിക്കയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് സംഭവമാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിന് പോലും ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനെ മാറ്റാനോ ഒരിക്കൽ അപ്പോയിൻ്റ് ചെയ്ത മാറ്റാനോ അയാളുടെ തീരുമാനത്തിൽ ഇടപെടുത്താനോ പറ്റില്ല. ഇപ്പോഴത്തെ ട്രംപും
ജെർമി പവൽ എന്ന് പറഞ്ഞിട്ടുള്ള ജെറോം പവലോ അങ്ങനെ എന്തോ ഒരു പേരാണ്, പുള്ളിയാണ് ഫെഡറൽ റിസർവ് ചെയർമാൻ. അവർ തമ്മിൽ അടിയാണ്. ട്രംപ് തന്നെയാണ് കഴിഞ്ഞ ടേമിൽ ഇയാളെ അപ്പോയിൻറ്റ് ചെയ്തത്. ട്രംപ് പറഞ്ഞ കാര്യം പോലും അയാൾ ചെയ്തു കൊടുക്കുന്നില്ല. അയാൾക്ക് അത്രയും പവറാണ്. ഇതൊരു പ്രൈവറ്റ് ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണ്. അത് ഉണ്ടാക്കിയത് തന്നെ ജ്യൂസ് ആയിട്ടുള്ള സയനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അതായത് ഇമാജിൻ ഒരു ടീമുണ്ട്, ഫെഡറൽ റിസർവ് ഒരു ടീം. ഇപ്പോൾ RBIക്കാർ അവർക്ക് തോന്നിയ പോലെ നോട്ട് പ്രിൻറ്റ് ചെയ്യുക, അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുക. അവരുടെ റിസർവായിട്ട് ഇത് ഫെഡറൽ റിസർവ് എന്നാണല്ലോ, റിസർവായിട്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ലതാണ്. അപ്പം അങ്ങനെ വലിയൊരു സംഭവമാണ് അത്. ബാങ്കിങ് ഞാൻ വേറെ തന്നെ വേണമെങ്കിൽ ഒരു സാധനം ചെയ്യുക. ബാങ്കിങ് ഈസ് വെരി കോംപ്ലക്സ്. അത് ഇങ്ങനെ സിമ്പിളായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ. ഈ ഫോർട്ട് നോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവിടെ ഗോൾഡ്, അമേരിക്കക്കാരുടെ കുറേ ഗോൾഡ് അവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതിനെയൊക്കെ എടുത്ത് മാറ്റിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക്കലി ഈ സയനിസ്റ്റ് ആൾക്കാരാണ് ഈ ബാങ്കിങ്, ഒരുപാട് ബാങ്കുണ്ട്, ഗോൾഡ്മാൻ സാക്സ് അങ്ങനത്തെ ഈ ഒരുപാട് ഈ ബെയർ സ്റ്റേൺസ്, പിന്നെ അങ്ങനെ കുറേ സംഭവമുണ്ട്. ഈ ബെയർ സ്റ്റേൺസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജെഫ്രി എപ്സ്റ്റീൻ്റെ പണ്ടത്തെ ബാങ്കോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഒരുപാട് ബാങ്കിങ് ഈ ആൾക്കാർ മുഴുവൻ ഈ ജ്യൂസാണ്, സയനിസ്റ്റ് ആൾക്കാരാണ് ഓൺ ചെയ്യുന്നത്. ഈ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ തന്നെ ജ്യൂസിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഈ ഫെഡറൽ റിസർവിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയേ, ഫെഡറൽ റിസർവിനെ കുറിച്ച്, ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വെറുതെ വഴി കൂടെ പോകുന്നവർ പറഞ്ഞ കാര്യമില്ല. പ്രസിഡൻറ്റുമാർ, അമേരിക്കൻ പ്രസിഡൻറ്റുമാരിനെ ഞാൻ അപ്ലൈ പറഞ്ഞ ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡൻറ്റുമാരിൻ്റെ വെടികൊണ്ട പ്രസിഡൻറ്റുമാർ അല്ലെങ്കിൽ അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തിയ പ്രസിഡൻറ്റുമാർ, ചിലതൊക്കെ സക്സസ്ഫുള്ളാണ്, ചിലവരൊക്കെ കൊന്നു, ചിലവരൊക്കെ മരിച്ചു, JFK പോലുള്ളവരൊക്കെ മരിച്ചു, ചിലവരൊന്നും മരിച്ചില്ല. ഓക്കെ, ആ ലിസ്റ്റാണിത്. എത്ര പേർക്ക് വെടി കൊണ്ടു, എത്ര പേരെ അറ്റാക്ക് ചെയ്തു എന്നുള്ള ലിസ്റ്റാണിത്. ഈ ഓരോ ആൾക്കാരുടെ പേരെടുത്തിട്ട് ഇവരൊക്കെ എന്തെങ്കിലും ഈ ബാങ്കിങ് സിസ്റ്റത്തിനോ ഫെഡറൽ റിസർവിനോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആൻഡ്രൂ ജാക്സൺ ലിസ്റ്റിലുണ്ട്. ദ ബാങ്ക് ഈസ് ട്രൈയിങ് ടു കിൽ മീ ബട്ട് ഐ വിൽ കിൽ ഇറ്റ്. ഇനി ഇതിൽ കൂടുതൽ ഓപ്പണായിട്ട് ഇതെങ്ങനെയാണ് പറയുക എന്ന് എനിക്കറിയില്ല. ആൻഡ്രൂ ജാക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡൻറ്റ് പറഞ്ഞ കാര്യമാണ്. ഇത് നമുക്കറിയുന്ന എബ്രഹാം ലിങ്കൺ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് 2 great enemies. Southern Army is in front of me and bankers in my rear. Of the 2 of my enemies, rear is my greatest foe. അതായത് പുള്ളി മറ്റേ യുദ്ധത്തിൻ്റെ ആളാണല്ലോ, മറ്റേ ഈ സൗത്തിലുള്ളവർ മറ്റേ ഇയാൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആ സമയത്ത്, സിവിൽ വാറിൻ്റെ സമയത്ത് ഈ സ്ലേവ്സിനെയൊക്കെ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമില്ല, അതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിൽ സദേൺ ആർമിയാണ് പുള്ളിയുടെ ശത്രു. പക്ഷേ എൻ്റെ വേറൊരു ശത്രു ഉണ്ട്, അതാണ് എൻ്റെ ബാങ്കിങ് ആൾക്കാർ. ആ ആൾക്കാരിനെയാണ് എനിക്ക് അവരിനേക്കാളും പേടി എന്നാണ് പുള്ളി പറയുന്നത്. ജെയിംസ് ഗാർഫീൽഡ്, whoever controls volume of money in any country is absolute master of all the industry and commerce in that country. Exactly what the Federal Reserve is. Okay, ഇതൊക്കെ വെടികൊണ്ട പ്രസിഡന്റുമാരാണ് കേട്ടോ, വെറുതെ ഉള്ള പ്രസിഡന്റുമാരല്ല. All these presidents have been attacked. Some are dead, like JFK. വില്യം മെക്കിംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഓക്കെ, അവർ കറൻസി ഷുഡ് കണ്ടിന്യൂ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ദി ഗവൺമെൻറ്. സെവറൽ ഫോം ഓഫ് അവർ പേപ്പർ മണി ഓഫേഴ്സ് ഇൻ മൈ ജഡ്ജ്മെൻറ്റ് ക്യാൻ കോൺസ്റ്റൻറ്റ് എംബാരസ്മെൻറ്റ് ഓഫ് അവർ ഗവൺമെൻറ്. അതായത് പുള്ളി പറയുന്നത് എന്ത് കറൻസി വിഷയമായിട്ടുള്ള സംഭവങ്ങളും എല്ലാ ഈ പൈസൻ്റെ ഇടപാടും അണ്ടർ ദി സൂപ്പർവിഷൻ ഓഫ് ഗവൺമെൻറ് വേണം ചെയ്യാൻ. ഓക്കെ, വേറെ ഏത് രീതിയിൽ അത് പോയാലും അത് എംബാരസ്മെൻ്റ് ആണ്, അത് ഒരു പവർ ഇല്ലായ്മയാണ് ഗവൺമെൻറ്റിൻ്റെ എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ,
റൂസവെൽറ്റിനെ അറിയാലോ, പേൾ ഹാർബറിൻ്റെയൊക്കെ സമയത്തുള്ള പ്രസിഡൻ്റാണ്. റൂസവെൽറ്റ് പറഞ്ഞത് ഇഷ്യൂസ് ഓഫ് കറൻസി ഷുഡ് ബി ലോഡ്ജ്ഡ് വിത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഡോമിനേഷൻ ബൈ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ബാങ്കിങ് ആൾക്കാർ, ഗോൾഡ്മാൻ സാക്സ്, ബെയർ സ്റ്റേൺസ് പോലത്തെ ആൾക്കാർ. കറൻസി ആൻഡ് ദ ക്രെഡിറ്റ് ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ് ഷുഡ് നോട്ട് ഹാപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കറൻസിയും ഈ ക്രെഡിറ്റ് സിസ്റ്റവും പ്രൈവറ്റ് ഹാൻഡ്സിലേക്ക് പോകരുത്, ഒരു രാജ്യത്തിൻ്റെ കറൻസി മൊത്തം നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കും പിടികൊണ്ടു. നമ്മുടെ JFK കുറിച്ച് മറ്റേ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. APEC-നെതിരെ പുള്ളിയും പുള്ളീൻ്റെ അനിയനും കൂടെ നിന്നതാണ്. ഒരു വലിയൊരു കോൺസ്പിറസി തന്നെ ഉണ്ട്. ഈ APEC-നെ ഈ ജൂഷ് ലോബിയിസ്റ്റ് ആൾക്കാരാണ് ഈ JFK-നെ കൊന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഒരു മേജർ എല്ലാ ആൾക്കാരും ഈ ഫെഡറൽ റിസർവിനെ കുറിച്ചും ഈ ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ് സിസ്റ്റം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സയനിസ്റ്റ് ആൾക്കാരാണ്, എല്ലാവർക്കും അറിയാം. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഇനി വെറുതെ തന്നെ പറഞ്ഞ് അവസാനം എനിക്ക് ഭ്രാന്താവും. എനിക്ക് റീൽസ് കണ്ട് ഞാനിപ്പോൾ അതുൽ വേഴ്സസ് വേൾഡിൽ ഈ റീൽസ് എല്ലാം നിർത്തി. ഇങ്ങനെ കണ്ടാൽ പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും, ഒരു അവസാനമില്ല. ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡ് പില്ല് ആരെങ്കിലും അല്ലെങ്കിൽ ഈ ജ്യൂസിനെതിരെ പറയാൻ ആരെങ്കിലും ഇവർ തീർക്കും. ആ ചാർലി കിർക്കിനെ തീർത്ത പോലെ. ചാർലി കിർക്കിൻ്റെ കഥയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ചാർലി കിർക്കിൻ്റെ ഒരു ചാറ്റ് വരെ ലീക്കായതാണ്. ജൂയിഷ് ഡോണേഴ്സ് ഞങ്ങളെ പറ്റിച്ചു, ജൂയിഷ് ഡോണേഴ്സ് എനിക്ക് ഉള്ള സപ്പോർട്ട് നിർത്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 2 ദിവസം മുന്നേ, മരിക്കാൻ 2 ദിവസം മുന്നേ, ജൂയിഷ് ആൾക്കാർ ശരിയല്ല എന്ന് പുള്ളി ഗ്രൂപ്പ് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് ആൾ പോയി. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ തെളിവാണ്. ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇവർ ചില്ലറക്കാരല്ല. They have some agenda and they will do it because they have that money, they have that power. ബ്ലാക്ക്മെയിലിങ്ങിന് പേര് കേട്ട ആൾക്കാരാണ് മൊസാദിൻ്റെ ഹണി പോട്ട് എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ മെയിൻ സംഭവം. അതൊക്കെ കൊണ്ട് മാത്രമല്ല, ഈ എപ്സ്റ്റീനെ പോലത്തുള്ള ആൾക്കാരും ഈ ബ്ലാക്ക്മെയിലിംഗ് സംഭവത്തിന് മെയിനായിട്ട്. കാഷ് പട്ടേൽ ഉണ്ടല്ലോ, FBI-ൻ്റെ ആൾ. അപ്പോൾ കാഷ് പട്ടേലിൻ്റെ ഭാര്യ കുറച്ച് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഷീസ് ഫ്രം ഇസ്രയേലോ ഷീസ് ജൂയിഷോ സംതിങ്. അപ്പോൾ ആൾക്കാർ പറയുക അത് ഹണി പോട്ടാണ്. ഇന്ത്യക്കാരുടെ പുച്ഛമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇന്ത്യക്കാർക്ക് എങ്ങനെ എത്ര നല്ല ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടണ ഇതെന്തോ ഹണി പോട്ട് പരിപാടിയാണ് ഇസ്രയേലിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക. അത് നമുക്കെതിരെയുള്ള റേസിസം. ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാനതിൽ കുറച്ച് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് ഞാനിന്നിവിടെ പറഞ്ഞത്. നിങ്ങൾക്കും ഇഷ്ടംപോലെ പേജസും വെറുതെ ഒരു 2-3 റീൽസ് സേവ് ചെയ്തിടുകയെ അല്ലെങ്കിൽ 2-3 റീൽസ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം വിചാരിക്കും ഇതാണ് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് കാണിച്ചങ്ങോട്ട് നമ്മളെ വേർപ്പിക്കും. അതാണ് എനിക്ക് സംഭവിക്കുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഇത് എൻ്റെ ഫീഡ് മുഴുവൻ ഇതാണ്, എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക അതിനെക്കുറിച്ച്, ഇതൊക്കെ ഉള്ളതാണോ എന്നുണ്ട്. അത്രേ ചെയ്യാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇനിയൊരു അടുത്ത പാർട്ട് ഉണ്ടാവാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടാൽ ചെയ്യാം. വെറുതെ ഇതിന് പിന്നാലെ പോകാൻ എനിക്ക് വയ്യ. വെറുതെ എന്തൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്ന പോലെ ഉണ്ട് എനിക്ക് ഇടയ്ക്ക് തോന്നും. ഇതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത് ജ്യൂസ് അത് ജ്യൂസ് എല്ലാം ജ്യൂസ് ഇത് എത്രപ്പത് ആ ഒരു സംഭവം പോലെ ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് നോക്കാം ബാക്കി എന്തെങ്കിലും വരുമോ എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൂ. ഓക്കെ.